welcome to yet another beautiful episode of Kappa Prime Time. You're watching Kappa Prime Time with me, Cynthia. നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ വളരെ അധികം മനോഹരമായ ഒരു എപ്പിസോഡാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഗസ്റ്റ് എല്ലാവരും ആർ ലൈക്ക് അമേസിംഗ് ഗസ്റ്റ് ആൻഡ് ഐ വോണ്ട് ടു ആക്ച്വലി ടോക്ക് ടു ദം ആൻഡ് ഗെറ്റ് ടു നോ വാട്ട് എക്സാക്ട്ലി ദേ ആർ ഡൂയിങ് അറ്റ് ഹോം റൈറ്റ് നൗ. സോ നമ്മുടെ ഫസ്റ്റ് ഗസ്റ്റിലേക്ക് പോവാണ് സുദീപ് പലനാട്. സുദീപ്, വെൽക്കം ടു our show. നമസ്കാരം. എങ്ങനെ പോകുന്നു ജീവിതമൊക്കെ? എന്താണ് ഇങ്ങനെ പോണു, എല്ലാവരുടെയും ജീവിതം ലോക്ക്ഡൌൺ അല്ലേ ഇപ്പൊ. കുഴപ്പമില്ല. എന്നാലും നമ്മളിങ്ങനെ ഇവിടെ വീട്ടിലിരുന്ന് ഇങ്ങനെ ഓരോ പാട്ടുകൾ ഉണ്ടാക്കുന്നു, ഓരോ എക്സ്പെരിമെന്റേഷൻസ് അങ്ങനെ പോകുന്നു. ഓക്കെ സുദീപ്, എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ഇസ് ബാലെ എന്ന് പറയുന്ന ആൽബമാണ്. ഐ മീൻ ലൈക്ക് ഇറ്റ്സ് അമേസിങ്. അതിൻ്റെ വീഡിയോ ആയാലും കമ്പോസിഷൻ ആയിരിക്കും അമേസിങ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ആൻഡ് യു ഹവ് ഓൾസോ ഡൺ ചാരുലത, അതിനുശേഷം ബാലെ. എല്ലാത്തിലും ഈ മ്യൂസിക്കിൽ I think there is something inside it. അത് എങ്ങനെയാണ്, how did you start creating such wonderful music? ബാലയാണ് ആക്ച്വലി ഏറ്റവും എനിക്ക് തോന്നുന്നു എൻ്റെ കരിയറിലൊരു ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്ന ഒരു ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് വീഡിയോ. എൻ്റെ സ്റ്റാർട്ടിങ് വീഡിയോ അതാണെന്ന് പറയാം, ബാലെ. അതിനുശേഷം 2018 ചാരുലത വരുന്നത്. അപ്പോൾ ബാലയിലേക്ക് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള ശ്രുതി നമ്പൂതിരി, നവീൻ മുല്ലമംഗലം, വിഷ്ണുദേവ്, അങ്ങനെ ഞങ്ങൾ 4 പേര് കൂടിയിട്ടൊരു വേൾഡ് മ്യൂസിക് ഫെസ്റ്റിവൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നൊരു ഓർഗനൈസേഷൻ നടത്തുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഒരു ഫസ്റ്റ് മ്യൂസിക് പ്രൊഡക്ഷൻ ആയിട്ടാണ് ബാലെ വരുന്നത്. ബാലയുടെ ഒരു കഥ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്പാനിഷ് ഗിറ്റാർ ലൈവ് കേൾക്കാനിടയായി. അപ്പൊ അതില് കേൾക്കുന്ന അത് സ്പാനിഷ് ഫ്ലമെങ്കോ ഗിറ്റാർ പോലെയാണ് പ്ലേ ചെയ്യുന്നെങ്കിൽ പോലും നമുക്ക് അതിൽ നിന്ന് നമ്മുടെ കേരളീയ സൗത്ത് ഇന്ത്യൻ മ്യൂസിക്കിലെ, കർണാട്ടിക് മ്യൂസിക്കിലെ നളിനകാന്തി എന്ന് പറയുന്ന ഒരു രാഗവുമായി നമുക്ക് ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റുകയും, അപ്പൊ എന്തുകൊണ്ട് നമുക്കൊരു അങ്ങനത്തെ ഒരു ഗിറ്റാർ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മുടെ പക്ക നളിനകാന്തി രാഗത്തിന്റെ ഒരു സത്ത് യൂസ് ചെയ്തുകൊണ്ട് ഒരു കോമ്പോസിഷൻ ചെയ്തുകൂടാ എന്നൊരു തോട്ടിൽ നിന്നുമാണ് ബാലെ എന്ന് പറയുന്ന കോമ്പോസിഷൻ വരുന്നത്. ആ പ്രോജക്റ്റിന്റെ ഫുൾ ക്രെഡിറ്റ് ആൻഡ് ബ്രെയിൻ ബിഹൈൻഡ് ദ പ്രോജക്ട് ശ്രുതി ചേച്ചിയാണ്. ശ്രുതി നമ്പൂതിരിയാണ് അതിന്റെ ഡയറക്ഷനും ലിറിക്സ് ഒക്കെ ചെയ്തേക്കുന്നത്. പുള്ളിക്കാരിയാണ് അതിന്റെ ബ്രെയിൻ ബിഹൈൻഡ് എന്ന് പറയാം. ഞാൻ അതിന്റെ പാട്ട് ചെയ്തു, പാടി എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഈ പറഞ്ഞ പോലെ അത് ഓർക്കുമ്പോൾ അതിൽ മറക്കാൻ പറ്റാത്ത മറ്റൊരു പേരാണ് ബിജിപാല്. ബിജി ഏട്ടനാണ് ഇങ്ങനെ ഞങ്ങൾ സ്ട്രഗ്ലിംഗ് ആയിട്ട് ഈ വർക്ക് ചെയ്യാൻ, ഫിനാൻഷ്യൽ കാര്യങ്ങൾ ഒരു വലിയ ഇമ്പോർട്ടന്റ് കാര്യമാണല്ലോ. നമ്മളതിങ്ങനെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുന്ന സമയത്ത് ബിജിയേട്ടനാണ് നല്ല പാട്ടാണല്ലോ, അപ്പൊ നിങ്ങളിത് കാശില്ല എന്നുള്ളൊരു പ്രശ്നം കൊണ്ട് ഇത് ചെയ്യാതിരിക്കരുത് എന്ന് പറഞ്ഞിട്ട് അതിന്റെ ഒരു ബേസിക് സ്റ്റാർട്ടിങ് നമ്മുടെ ഒരു ഫസ്റ്റ് എമൗണ്ട് നമുക്ക് കയ്യിൽ തന്നിട്ട് നിങ്ങളിത് ചെയ്യ് എന്ന് പറഞ്ഞ് നമ്മളെ എൻകറേജ് ചെയ്തത് ബിജിയേട്ടനാണ്. അപ്പോ ബിജിയേട്ടനെയും ബിജിയേട്ടന്റെ ബോധി സൈലൻസ് കേപ്പിനെയും ഞങ്ങൾക്ക് മറക്കാൻ പറ്റില്ല. ഡെഫിനറ്റ്ലി നല്ലൊരു സപ്പോർട്ടാണ് തന്നത്. പിന്നീട് ഇതിൽ ഒരു സെലിബ്രേഷൻ ഓഫ് വുമൺഹുഡ് എന്ന് പറയുന്നത്, ഒരു ആന്തം ഓഫ് വുമൺഹുഡ് എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് അത് മാറി. കേരളത്തിലെയും ഇന്ത്യയിലെ തന്നെ പ്രശസ്തരായ ഒരുപാട് നർത്തകരും, ലേഡി നർത്തകരും സിംഗേഴ്സും എല്ലാം കൊളാബറേറ്റ് ചെയ്തൊരു അങ്ങനത്തെ ഒരു പ്രൊജക്റ്റായി പിന്നീട് അത് നമ്മളറിയാതെ മാറിയതാണ്. അറിയാതെ അങ്ങ് കയറി പോയതാ. Can you just hum few lines from that for audience? Sure. உயிரே வாழ்க, உலகம் காண்க, ஆரோமல் சிறியாள் பாலே, நறுமொழி നിറയു നീ അകമേ ബാലേ. Amazing. അതെനിക്ക് എത്ര കേട്ടാലും മടുക്കാത്തൊരു പാട്ടാണ്. സോ സൂപ്പർ. താങ്ക്സ് ടു ദ ഹോൾ ക്രൂ. Thank you. Yeah. Now coming to your band, you have a band called Storyteller, and അതിനകത്ത് I believe your sister is also part of it, അല്ലേ? ഒരു ഫാമിലി മെമ്പർ. ആക്ച്വലി സ്റ്റോറിടെല്ലർ എന്ന് പറയുന്ന ബാൻഡ് ഭദ്ര എന്ന് പറയുന്ന സിംഗറും ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഒന്നിച്ച് സ്റ്റാർട്ട് ചെയ്തൊരു ബാൻഡായിരുന്നു. ഐ മീൻ ഞങ്ങൾ യാദൃശ്ചികമായിട്ട് അതിലേക്ക് വന്നതാണ്. ഇങ്ങനെ നമ്മുടെ സ്ഥിരമായിട്ടുള്ള ഡിസ്കഷൻസിലും മ്യൂസിക്കിനെ കുറിച്ചിട്ടുള്ള ഷെയറിങ്സിലും ഇങ്ങനെ കഥ പറയുന്ന ഒരു ബാൻഡ്, നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മുടേതായിട്ടുള്ള ഓരോ തീം ബേസ് ചെയ്തിട്ട് നമ്മൾ മ്യൂസിക് പ്രസന്റ് ചെയ്യുന്ന ഒരു ബാൻഡ് എന്നുള്ളൊരു സങ്കല്പത്തിൽ കഥ പറയുന്ന ഒരു ബാൻഡ് എന്ന് പറഞ്ഞ് വന്ന ഒരു സങ്കല്പമാണ്. അതിൽ ഈ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് എൻ്റെ ഇൻപുട്ടാണ്.
പക്ഷെ സ്റ്റോറി ടെല്ലർ എന്ന് പറയുന്ന പേര് ഭദ്രയുടെ കോൺട്രിബ്യൂഷനാണ്. അങ്ങനെയാണ് നമ്മൾ ഈ ബാൻഡിലേക്ക് വരുന്നത്. എൻ്റെ സിസ്റ്റർ ദീപ പാൽനാട് അതിൻ്റെ ഫസ്റ്റ് എഡിഷൻ, നമ്മുടെ മ്യൂസിക് മോജയിൽ വന്നിട്ടുള്ള ഫസ്റ്റ് എഡിഷനിൽ ദീപ പാൽനാടും നമ്മുടെ ഒരു ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. കാരണം നമ്മൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റോറി നളചരിതം എന്ന് പറയുന്നൊരു സ്റ്റോറിയാണ് നമ്മൾ ചെയ്തത്. അപ്പൊ ആ നളചരിതം എന്ന് പറയുന്ന സ്റ്റോറിയിൽ കഥകളി സംഗീതത്തിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു നളചരിതത്തിലെ ഏറ്റവും നല്ലൊരു ലിറ്റററി വർക്ക് വന്നിട്ടുള്ളത് നളചരിതം ആട്ടക്കഥയാണ്, ഉണ്ണായി വാര്യരുടെ. അപ്പോൾ അതിൽ കഥകളി ഇപ്പോൾ ഇവിടുത്തെ സ്ത്രീകളിൽ ഒരു മുന്നിൽ നിൽക്കുന്ന ഒരു കഥകളി സംഗീതജ്ഞ എന്ന നിലയ്ക്കാണ് എൻ്റെ സിസ്റ്റർ ദീപ പാൽനാട് നമ്മുടെ സ്റ്റോറി ടെല്ലറിന്റെ ഫസ്റ്റ് എഡിഷനിൽ ഗസ്റ്റ് ആയിട്ട് വന്നത്. സോ ദാറ്റ് ഹാപ്പൻ. എനിക്കൊന്ന് നിങ്ങളുടെ ഈ പെർഫോമൻസ് എല്ലാം തന്നെ ഒരു ഫോക്ക്, ഒരു ട്രഡീഷണൽ ഒരു ജോണറിൽ ഫോളോ ചെയ്ത് പോകുന്ന ഒരു സോങ്സ് ആണ്. Is your family into music? Where did you exactly ഇതിനെ എക്സ്ട്രാക്ട് ചെയ്തത് എവിടെ നിന്നാണ്? ബിക്കോസ് ഓൾ ദാറ്റ് മ്യൂസിക് ഒരു ഭയങ്കരമായിട്ടൊരു ഫീൽ തരുന്ന ഒരു മ്യൂസിക് ആണ് that has been created. അതെ, ബേസിക്കലി എൻ്റെ കുടുംബം എന്ന് പറയുന്നത് ഒരു കഥകളി കുടുംബമാണ്. എൻ്റെ അച്ഛൻ കഥകളി സംഗീതജ്ഞനാണ്, പാൽനാട് ദിവാകരൻ. എൻ്റെ സിസ്റ്ററും അതെ, ദീപ പാൽനാട്, അവരും കഥകളി സംഗീതം തന്നെയാണ് ബേസിക്കായിട്ട് ഫോളോ ചെയ്യുന്നത്. പിന്നെ കർണാട്ടിക് മ്യൂസിക്കും അങ്ങനെ ഇന്ത്യൻ മ്യൂസിക്കും ഫോക്ക് മ്യൂസിക്കൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട്. ഇപ്പം ഞാനൊരു മ്യൂസിക് കമ്പോസർ ആയതുകൊണ്ട് എൻ്റെ ഒരു ട്രാവലിന്റെ ഭാഗമായിട്ട് ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു മ്യൂസിക്കാണ് ഫോക്കൊക്കെ. പക്ഷെ ബേസിക്കലി നമ്മുടെ ഒരു എൻ്റെ ബ്ലഡിലുള്ളതെന്ന് പറഞ്ഞാൽ കഥകളി സംഗീതവും ആ ഒരു കേരളീയ സംഗീതം തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും ഓട്ടോമാറ്റിക്കലി നമ്മൾ ചെയ്യുന്ന കോമ്പോസിഷൻസിലും ഒക്കെ അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് എന്തായാലും ഉണ്ടാവുമല്ലോ. നമ്മൾ കുട്ടിക്കാലം മുതലേ ഞാൻ ഇവിടെ കേട്ട് വളരുന്നത് അങ്ങനത്തെ സംഗീതമാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും അതിൽ റിഫ്ലക്ട് ചെയ്യും. പിന്നെ നമ്മൾ ബാൻഡിൽ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെയധികം സ്വാധീനിക്കപ്പെട്ട പാട്ടുകളെ അതിൽ പല സംഗീതങ്ങളും ഇപ്പൊ പോപ്പുലർ മ്യൂസിക് പോലെ വളരെയധികം ആളുകളിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം നമ്മുടെ നാട്ടിലില്ല, അല്ലെ? ഇപ്പൊ പോപ്പുലർ സിനിമാ പാട്ടുകളായാലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരുപാട് പോപ്പുലർ ആണ്, എല്ലാ രീതിയിലുണ്ട്. പക്ഷെ അതേസമയം തന്നെ വളരെ മനോഹരമായ ഒരുപാട് യോണേഴ്സ് ഓഫ് മ്യൂസിക് നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. അപ്പൊ അത്തരം സാധനങ്ങളെ നമുക്ക് നാടുകളിലേക്ക് കുറച്ചും കൂടി എത്തിക്കാൻ ഇത്തരം രീതിയിലുള്ള ഒരു ഫ്യൂഷൻ ഹെൽപ്പ് ചെയ്യും എന്നൊരു കോൺസെപ്റ്റിലാണ് ആ ഒരു എലമെന്റ് കൂടി ആഡ് ചെയ്തുകൊണ്ടുള്ള സാധനങ്ങൾ ചെയ്യാൻ തുടങ്ങിയത്. അതെന്തോ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം. നല്ല റെസ്പോൺസുകളും അതുപോലെ തന്നെ ഇത്തരം എന്താ പറയാ വളരെയധികം നല്ല ട്രഡീഷണൽ ആയിട്ടുള്ള സാധനങ്ങളെ നമ്മൾ നാശിപ്പിച്ചു എന്ന് പറയുന്ന വിമർശനങ്ങളും കിട്ടാറുണ്ട്. അതിനെ രണ്ടിനെയും ചിരിച്ചുകൊണ്ട് സ്വീകരിക്കും. Okay, Sudeep, I'll just keep you waiting for some time. Let me just go meet my next guest in Cup. ഇന്നത്തെ നമ്മുടെ കപ്പ പ്രൈം ടൈമിലെ ഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ വ്യക്തി വൈൽഡ് അഡ്വഞ്ചറസ് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ നമ്മൾ സാധാരണ കാണുന്ന ഒരു വൈൽഡ് അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിന് ഉപരി ഒരു അവെയർനെസ് അല്ലെങ്കിൽ ഒരു സോഷ്യൽ കോസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആയിട്ടും കൂടി ഫോക്കസ് ചെയ്ത് വരുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിന് പലർക്കും ഇദ്ദേഹത്തിന് അറിയാം. എന്നാലും വി ഹാവ് ഇൻവൈറ്റഡ് ഹിം ടു ആർ ഷോ. വെൽക്കം ഡോൾഫിൻ രതീഷ്. നമസ്കാരം. നമസ്കാരം. രതീഷിന്റെ പേരിന്റെ കൂടെ ഡോൾഫിൻ രതീഷ് ഉണ്ട്, അതിനും ഒരു കഥയുണ്ട്. അതിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ഒരു വൈൽഡ് അഡ്വഞ്ചർ അല്ലെങ്കിൽ ഈ ഒരു സാഹസികത അങ്ങനെ അധികമൊന്നല്ല, ആരുമില്ല ഇങ്ങനെ ചെയ്യുന്ന ഒരു ലൈഫ് റിസ്കിൽ ആക്കിക്കൊണ്ട് തന്നെ ചെയ്യുന്നത്. എങ്ങനെയാണ് രതീഷ് ഇതെല്ലാം തുടങ്ങിയത്? ഫ്രം ദ ബിഗിനിങ് സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു? അല്ല, ശരിക്കും ഞാൻ ജനിച്ചു വളർന്നത് തന്നെ കടലും കായലും ഒക്കെ ഉള്ള ഒരു സ്ഥലത്താണ്. കരുനാഗപ്പള്ളി, കൊല്ലം ജില്ലയിലെ കരുനാഗപ്പള്ളി ചെറിയഴിക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ഈ വിദ്യാഭ്യാസത്തോടു കൂടി തന്നെ ഈ നീന്തൽ ആണ് കൂടുതലും എന്റെ കുട്ടിക്കാലം തൊട്ട് ഞങ്ങളുടെ ആകെപ്പാടെ ഒരു എന്റർടൈൻമെന്റ് എന്ന് പറയാം. അപ്പം ശരിക്കും ഈ അവസരങ്ങളുണ്ടായിരുന്നു. കാര്യം വെള്ളത്തോടുള്ള അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അവസരങ്ങൾ കൂടുതലായിട്ടും എന്റെ നാട്ടിൽ ഈ സ്ഥലത്ത് ജനിച്ചത് കൊണ്ട് എനിക്ക് ശരിക്കും പ്രയോജനം ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ നിന്നാണ് തുടക്കം. റൈറ്റ്. രതീഷ് എനിക്ക് തോന്നുന്നു സാധാരണ ഒരു നീന്തുന്ന ഒരു വ്യക്തിനെ പോലെ അല്ല രതീഷ് എന്ത് ചെയ്താലും അതിനൊരു റീസൺ ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു കോസിന് വേണ്ടിയായിരിക്കും. സുനാമി വന്നപ്പോഴും അതിനുശേഷം, അതിന് മുന്നേ ആണെങ്കിലും അതിന് ശേഷം ആണെങ്കിലും ഒരുപാട് കാര്യങ്ങൾ ഒരു റീസണിന് വേണ്ടിയിട്ടാണ് പെർഫോം ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഒരു അഡ്വഞ്ചർ ആൾക്കാരിലേക്ക് കൊണ്ടുപോകുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ഐഡൻറ്റിറ്റി ഡിഫറെൻ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തു? എന്തായിരുന്നു അതിൻ്റെ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ എന്ന് പറയുന്നത്? അത് ഒരിക്കലും അല്ല. കാരണം വെച്ചാൽ നമ്മൾ ഈ വ്യക്തി നമ്മുടെ ഒരു എന്താ പറയാ, എന്റെ ഒരു പബ്ലിസിറ്റി അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. കാര്യം നമ്മുടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് ആയിട്ടുള്ള ഒരു ലൈഫാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത്. അപ്പം നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ജീവിച്ചിരുന്ന കാലത്തോളം നാളെ മരണപ്പെട്ടു പോകുമ്പോൾ നമ്മുടെ ഈ ഒരു പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ തീർച്ചയായും ജീവിച്ചിരുന്ന കാലയളവിൽ
എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള ഒരു സംഭവം ഉണ്ടാവും. അതുകൊണ്ടാണ് നമുക്ക് ഈ നാട്ടിൽ നേരിടുന്ന നിരവധി പ്രശ്നങ്ങൾ. കാരണം നമുക്ക് ഇപ്പൊ തന്നെ ഏറ്റവും വലിയ പ്രശ്നമാണ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. അപ്പൊ അതിനെതിരെയാണ് ഇംഗ്ലീഷ് ചാനൽ കൈകാലുകൾ ബന്ധിച്ച് നീന്തുന്നത് തന്നെ പ്ലാസ്റ്റിക് പൊല്യൂഷനെതിരെയാണ്. അപ്പൊ അങ്ങനെ ഓരോ വിഷയങ്ങൾ എടുത്തിട്ടാണ് നമ്മൾ ഓരോ പ്രോഗ്രാം ചെയ്യുന്നത്. രതീഷിന് ഒരുപാട് കൂട്ടുകാരുണ്ടെന്ന് തോന്നുന്നു, എപ്പോഴും ഒരു സപ്പോർട്ടായിട്ടല്ലേ? തീർച്ചയായും കൂട്ടുകാർ തന്നെയാണ്. ഇപ്പൊ ഡോൾഫിൻ രതീഷ് എന്ന് വെച്ചാൽ അതിന്റെ പിന്നിലെ ഒരു കഥ എന്ന് പറഞ്ഞാല് ഈ ഫേസ്ബുക്കിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഇപ്പൊ രതീഷ് സ്വിമ്മർ എന്നോ അല്ലെങ്കിൽ വേറൊരു പേരിട്ടിട്ടോ ഇപ്പൊ ശരിയാകുന്നില്ല. അപ്പം എന്റെ ഈ ക്രിയേറ്റ് ചെയ്ത സുഹൃത്ത് തന്നെയാണ് പറഞ്ഞത്, അണ്ണൻ ഡോൾഫിന്റെ സ്റ്റൈലിലല്ലേ നീന്തുന്നത്, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡോൾഫിൻ രതീഷ് എന്ന് വെച്ചാൽ എങ്ങനെയായിരിക്കും എന്ന്. പക്ഷെ ആദ്യമൊക്കെ എന്ന് പറയുമ്പോഴത്തേക്ക് എന്റെ സുഹൃത്തുക്കളെ എന്നെ കളിയാക്കിയിട്ടുണ്ട്. കാര്യം പോലെ കൊട്ടേഷന് 3 ആൾക്കാരുടെ പേര് പോലെ പേരിന്റെ മുന്നില് അങ്ങനെ എടുത്ത ഒരു സംഭവം ഉണ്ടല്ലോ. അപ്പൊ അത് അങ്ങനെ ആദ്യം തുടക്കത്തിലേക്ക് ഒരു ചെറിയ കമന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാവർക്കും എന്തോ ഡോൾഫിൻ എന്ന് പറയുന്നത് അറിയാമല്ലോ, നമുക്ക് കളങ്കമില്ലാത്തൊരു സാധനമാണ്. കാര്യം നമ്മളെ ഏറ്റവും മനുഷ്യനെ ഇഷ്ടപ്പെടുന്നതും. അപ്പൊ അതുകൊണ്ട് ആൾക്കാർ എന്നെ ഇപ്പൊ രതീഷ് എന്ന് കുറച്ച് ആൾക്കാരെ വിളിക്കാറുള്ളൂ. ഡോൾഫിൻ എന്നാണ് കൂടുതൽ ആൾക്കാർ എന്നെ വിളിക്കാറ്. എനിക്ക് തോന്നുന്നു ഒരു ഡോൾഫിൻ ആണ് രതീഷിന്റെ ജീവിതം ഒരു ചേഞ്ച് വരുത്തിയെന്ന് വേണമെങ്കിൽ പറയാം. വെറുതെ ഒരു കുസൃതിക്ക് ഞാൻ ചോദിച്ചോട്ടെ, ആ ഒരു ഡോൾഫിൻ ഇപ്പൊ എവിടെയാണ്? എവിടെ വെച്ചായിരുന്നു അതിന്റെ ഒരു ഫീല് വന്നത്? അതിനെ പോലെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ജനിച്ചു വളർന്നത് തന്നെ നമ്മൾ ഈ കടലും കായലും ഒക്കെ ഉള്ള സ്ഥലത്താണ്. അപ്പം ഞങ്ങളുടെ ഇവിടെ നമുക്ക് ആലപ്പാട് അവിടെ തന്നെ ഇപ്പൊ ഈ കടലിൽ നോക്കുന്ന സമയത്ത് രാവിലെയൊക്കെ ഡോൾഫിൻ ഇങ്ങനെ മറിഞ്ഞു പോന്നിട്ടുണ്ട്. അപ്പം നമ്മൾ സാധാരണമായി വ്യത്യസ്തമായി നീന്തുന്ന ഒരു സ്റ്റൈലാണ് ഡോൾഫിൻ്റെത്. സാധാ മീൻ നീന്തുന്ന പോലെ നമ്മൾ മേളിൽ പൊങ്ങി വന്നിങ്ങനെ താന്നു പോകുന്ന ഒരു രീതി അത് എപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്തുകൂടാ എന്നുള്ളത് വിചാരിച്ചിട്ടാണ്. ശരിക്കും ആദ്യം കൈയും കാലം ഒന്നും കെട്ടിയല്ല നീന്തിയത്. പിന്നെ അതിനെ ഫോളോ ചെയ്തതിന് ശേഷമാണ് അങ്ങനെ ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് ആദ്യം കൈ കെട്ടി നോക്കി, പിന്നെ കാല് കെട്ടി നോക്കി. അങ്ങനെയാണ് ഈ മേഖലയിലേക്ക് വരുന്നത്. ഓക്കെ, എനിക്ക് തോന്നുന്നു എന്നെ ഒരു 5ാം ക്ലാസ് ആയപ്പോ എന്റെ അച്ഛനൊന്ന് സ്വിമ്മിംഗ് പൂളിൽ വെറുതെ കൊണ്ട് ഇട്ടതാ. ഞാനങ്ങ് മുങ്ങി. അതിനുശേഷം അല്ലല്ല മുങ്ങി എങ്ങനെ തള്ളോ, ഞാൻ നീന്തൽ വിദഗ്ധയല്ലല്ലോ. അല്ല, അതിനുശേഷം എനിക്ക് വെള്ളം എന്ന് പറയുന്നത് ഒരു പേടിതുള്ള ഒരു സംഭവമാണ്. പക്ഷേ രതീഷിനെ കുറിച്ച് ഞാൻ പഠിച്ചപ്പോഴും അതിൽ സാധാരണ നീന്താനുള്ള പാടാണ്. അതിൽ കൈയും കാലും കെട്ടിയിട്ടിട്ട് പിന്നെ 3ാമത്തെ കാര്യം നമ്മുടെ ശ്വാസം, ഇതും നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. എത്രത്തോളം റിസ്ക് എടുത്തിട്ടുണ്ട് രതീഷ് ഈ ഒരു ഇതിലേക്ക് ഇത്രയും വരാനായിട്ട്? അല്ല, ഞാൻ ഏകദേശം ഒരു 4 വർഷത്തോളം നമ്മള് ഈ സുഹൃത്തുക്കൾ അടങ്ങുന്ന അവരുടെ ഗ്രൂപ്പിന് മുന്നിൽ ഈ പറഞ്ഞ പരിശീലനം ചെയ്തതിനു ശേഷമാണ് ആദ്യത്തെ എന്റെ നീന്തൽ ഈ കരിയർ തുടങ്ങുന്നത്. അഡ്വഞ്ചേഴ്സ് അത് നീണ്ടകര പാലമാണ് അത് തിരഞ്ഞെടുത്തത്. കാര്യം എന്താന്ന് വെച്ചാല് കടലും കായലും ചേരുന്ന സ്ഥലം, നല്ല ശക്തമായ അടിയൊഴുക്കുണ്ട്. അപ്പൊ ആ പാലത്തിന്റെ മുകളിൽ നിന്ന് 50 അടി ഹൈറ്റിൽ നിന്നുമാണ് ആദ്യം കൈയും കാലും ബന്ധിച്ചതിന് ശേഷം വെള്ളത്തേക്ക് ചാടുന്നത്. അപ്പൊ ഒരു സാഹസികന് ഏറ്റവും നല്ലൊരു എൻട്രി എന്ന് പറയുന്നത് അത്ര ഒരു സ്ഥലമായിരിക്കുമല്ലോ. അപ്പൊ അങ്ങനെയാണ് ഈ സാഹസികതയിലേക്ക് വന്നത്. പിന്നെ ഈ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പോ പലപ്പോഴും ഈ ഒരു കുഴപ്പമെന്ന് പറയുന്നത്, നമ്മളിപ്പം ഈ മുങ്ങി മരണങ്ങൾ ഇപ്പം കേരളത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. നോർമലി നമ്മളിപ്പോ പറയുന്നത് നേരത്തെ ഈ ബ്രീത്തിന്റെ ഒരു പ്രശ്നം പറയത്തില്ലേ, നമുക്ക് ശരിക്കും പറഞ്ഞാൽ വെള്ളത്തിനെ നമ്മൾ സുഹൃത്താക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വെള്ളം നമ്മളെ നമ്മൾ പലർക്കും പേടിയെന്ന് പറയുമ്പോൾ ആരെങ്കിലും വന്ന് കാലെ പിടിച്ച് താത്തോണ്ട് പോകും, അങ്ങനെയൊക്കെ ഉള്ള ഒരു വിഷയം ഉള്ളത് കൊണ്ട് പലർക്കും ഈ പേടി കാരണമാണ് നീന്തുന്നത്. പക്ഷെ ആന ആരും നീന്ത് പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ ആനയൊക്കെ എത്ര മനോഹരമായി നീന്തുന്ന നമ്മൾ എത്രയോ വീഡിയോസ് കണ്ടിട്ടുണ്ട്. അതേപോലെ തന്നെ 6 മാസം 1 വയസ്സൊക്കെ ഉള്ള കുട്ടികൾ നന്നായിട്ട് നീന്തുന്ന വീഡിയോസും നമ്മുടെ അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പൊ ആ കുട്ടികളുടെ ഉള്ളിൽ ഭയം എന്ന് പറയുന്ന സംഭവമില്ല. അതുകൊണ്ടാണ് അവര് നന്നായി സ്വിം ചെയ്യുന്നത്. പക്ഷെ നമ്മുടെയൊക്കെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ പേടിയാണ് നമ്മളെ പുറത്തോട്ട് വലിക്കുന്നത്. അതെ, കറക്റ്റ്. ഞാൻ നോക്കട്ടെ ഒരു കൈ. ഓക്കെ രതീഷ്, ഞാനൊരു ചെറിയ ബ്രേക്ക് എടുത്തിട്ട് ലെറ്റ് മീ ജസ്റ്റ് ഗോ മീറ്റ് മൈ നെക്സ്റ്റ് ഗസ്റ്റ് ആൻഡ് ഐ വിൽ കം ബാക്ക് ടു യു. ഈ വ്യക്തിയെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു എൻറ്റയർലി ഡിഫറെൻറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഫിലിമിലേക്ക് വരുന്ന ഒരു വ്യക്തിയാണ്. രാഹുൽ റിജിയാണ് ഇന്ന് നമ്മുടെ ഗസ്റ്റ്. ഹായ്, വെൽക്കം രാഹുൽ. ഹായ് സുന്ദി. ഹായ്, വെൽക്കം ടു ഷോ. രാഹുലിനെ ഞാൻ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ. രാഹുലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ രാഹുലിൻ്റെ ഷോർട്ട് ഫിലിംസ് ഒരുപാട് പേര് കണ്ടിട്ടുണ്ടാവും, ഒരുപാട് ആൽബംസ് കണ്ടിട്ടുണ്ടാവും. സോ ആ ഒരു വ്യക്തിയാണ് ഈ ഒരു വ്യക്തി. ബട്ട് ബിഫോർ സ്റ്റാർട്ടിങ് ദിസ് ലെറ്റ് മീ ജസ്റ്റ് ആസ്ക് യു, നമുക്ക് ഏറ്റവും കൂടുതൽ വൈറലായി പോയ ഒരു
ആൽബമാണ്, തമിഴ് ആൽബമാണ് മൗനം സൊല്ലും വാർത്തൈ. ഈ ഒരു ആൽബം ഐ തിങ്ക് ഇറ്റ്സ് ഗോൺ മോർ ദാൻ 15 മില്യൺ വ്യൂസ് ആയിട്ടുണ്ട് അല്ലേ? അതെ അതെ, അതിൽ കൂടുതലായിട്ടുണ്ട്. Just share your experience with us regarding that album, because വളരെ നല്ല രീതിയിലാണ് ആ ഒരു ആൽബം എടുത്തേക്കുന്നത്. So how did it start and how did it reach so much? എനിക്കൊന്ന് മൗനം സൊല്ലും വാർത്തകള് 3 വർഷത്തിന് മുമ്പ് ചെയ്തൊരു വർക്കാണ്. അപ്പൊ അത് ഇപ്പോഴും അത് അതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റുന്നത് തന്നെയാണ് അതിന്റെ ഒരു എന്താ പറയാ റീച്ച് എന്ന് പറയുന്നത്. ഞാൻ 3 കൊല്ലത്തിന് മുമ്പ് ഞാൻ ജോലി ഞാൻ അതിനു മുമ്പ് ഒരു ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് ജോലി റിസൈൻ ചെയ്തിട്ട് ഫുൾ ടൈം ഒരു ഫിലിം മേക്കർ സിനിമ ആസ്പിറേഷൻസിലോട്ടൊക്കെ വരുന്നതിന് മുമ്പ് എന്തെങ്കിലും ജോലി റിസൈൻ ചെയ്ത ഉടൻ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്തന്ന് ഏറ്റവും അടുത്ത കുറച്ച് സുഹൃത്തുക്കളെയൊക്കെ ചേർത്ത് പെട്ടെന്ന് തട്ടിക്കൂട്ടി ചെയ്തൊരു സംഭവമാണ് മൗനം സൊല്ലും വാർത്തകൾ. അത് എന്താ പറയാ, നമ്മൾ ജോലിയൊക്കെ റിസൈൻ ചെയ്തു. അപ്പൊ അടുത്തത് സിനിമയാണ് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പം അതിന്റെ സിനിമയിലോട്ട് പെട്ടെന്ന് എത്താൻ എപ്പോഴും ബുദ്ധിമുട്ടാണല്ലോ. അപ്പൊ സത്യം പറഞ്ഞാൽ അന്ന് നമ്മളുടെ മൊറാലൊക്കെ ഒന്ന് ഹൈ ആക്കി വെക്കാനായിട്ട് എന്തെങ്കിലും വർക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ള ഒരു ആസ്പിറേഷന്റെ പുറത്ത് പെട്ടെന്ന് ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് അതിന്റെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും വർക്ക് ചെയ്തേക്കുന്നത്. അപ്പം അന്ന് അതിന്റെ മ്യൂസിക് ഡയറക്ടർ എന്നെ ഈ പാട്ടിന്റെ ഒരു വളരെ റഫായിട്ടുള്ള ഒരു സ്ക്രാച്ച് സിദ്ധാർത്ഥ പ്രദീപ് കേൾപ്പിക്കുകയും അത് കൊള്ളാൻ തോന്നി. അത് പിന്നെ അമൃത പാടി കേട്ടപ്പോൾ അതിലും മനോഹരമായി തോന്നി. ഇങ്ങനെ എങ്കിൽ പിന്നെ ഇതൊരു വീഡിയോ ചെയ്യാം, മ്യൂസിക് വീഡിയോ ചെയ്യാം എന്നുള്ള രീതിയിൽ. അതുപോലെ തമിഴിൽ ഞാൻ അതിനു മുമ്പ് ഒന്നും ചെയ്തിട്ടുമില്ല. ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്തിട്ടുള്ള കാലത്തൊക്കെ മലയാളത്തിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പം തമിഴില് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് അങ്ങനെ ഓക്കെ ഒരു നല്ല പാട്ട് കിട്ടി എങ്കിൽ പിന്നെ അത് ചെയ്തു നോക്കാം എന്നുള്ളൊരു ഐഡിയ തുടങ്ങിയാണ്. അപ്പം അത് പിന്നീട് ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോ 3 വർഷത്തിന് ശേഷം ഞാൻ 2-3 സിനിമയൊക്കെ ചെയ്തതിന് ശേഷവും ആ മ്യൂസിക് വീഡിയോയെ പറ്റി സംസാരിക്കാൻ പറ്റുന്നത് തന്നെയാണ് ഏറ്റവും വലിയൊരു ഭാഗ്യം. നമുക്ക് എപ്പോഴും ഒരാളെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം ഡെഫിനറ്റ്ലി ആ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഏറ്റവും കൂടുതൽ വൈറലായ ഒരു വീഡിയോ ആയിരിക്കും. ആൻഡ് ദിസ് വാസ് വൺ അമംഗ് ദാറ്റ്. സൂൺ ആഫ്റ്റർ ഇപ്പം ലൈക്ക് യു സെഡ് യു വെയർ ഇൻ ടു എൻജിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ട് ആണ്. അതിനുശേഷം യു വർക്ക്ഡ് ഇൻ എ സോഫ്റ്റ്വെയർ കമ്പനി. അതിനുശേഷം അഗൈൻ യു വെന്റ് ഇൻ ടു മാർക്കറ്റിംഗ്. ദാറ്റ്സ് വാട്ട് ഐ ബിലീവ്. അത് കഴിഞ്ഞിട്ട് വാസ് ദിസ് ഡയറക്ഷൻ ഓൾവേസ് ദെയർ ഇൻ യു, അതോ പെട്ടെന്ന് ഇതിലേക്ക് വരണമെന്നായിരുന്നു? ഞാൻ എഞ്ചിനീയറിംഗ് ആണ് പഠിച്ചതെങ്കിലും ഞാൻ എഞ്ചിനീയറിംഗ് ജോലി വളരെ കുറച്ച് ചെയ്തിട്ടുള്ളൂ. എന്ന് വെച്ചാൽ ഞാനൊരു ഫെയിൽഡ് എഞ്ചിനീയർ ആണ് സത്യത്തിൽ. അതിൽ ഫാമിലി പ്രശ്നമൊന്നും അല്ല. അന്ന് എനിക്ക് തന്നെ വലിയ ജീവിതത്തിൽ ഒരു ക്ലാരിറ്റി ഇല്ലായിരുന്നു. അപ്പൊ എന്റെ കൂടെയുള്ള എന്റെ സുഹൃത്തുക്കളൊക്കെ എഞ്ചിനീയറിംഗിന് പോകുന്നതുകൊണ്ട് ഞാനും എഞ്ചിനീയറിംഗിന് പോയി എന്നുള്ളതേ ഉള്ളൂ. അപ്പം ഞാൻ അത് കഴിഞ്ഞൊരു IT കമ്പനിയിൽ ജോലി ചെയ്തു. എനിക്കൊന്ന് 1 കൊല്ലം 1.5 കൊല്ലം എന്തോ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിൽ വർക്ക് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഞാൻ അതിന്റെ ബിസിനസ് സൈഡിലോട്ട് മാറുകയും ബിസിനസ് അനലിസ്റ്റ് ആയിട്ടും പിന്നെ മാർക്കറ്റിംഗ് ഹെഡ് ആയിട്ടും ഒക്കെയാണ് പിന്നെ വർക്ക് ചെയ്തിട്ടുള്ളത്. അതെനിക്ക് തോന്നുന്നു ആ ഒരു പ്രൊഫൈൽ കാണുമ്പോൾ നമുക്കറിയാം ഒട്ടും താല്പര്യമില്ലാതെ ചെയ്തൊരു കാര്യമായിരുന്നു. അല്ലല്ല, മാർക്കറ്റിംഗ് ശരിക്കും ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിരുന്നു. പക്ഷേ ഞാൻ ഈ പറഞ്ഞ എഞ്ചിനീയറിംഗ് എന്നുള്ളത് എന്നെ കൊണ്ട് പറ്റുമെന്ന് തന്നെ എനിക്ക് തോന്നിയിരുന്നില്ല. ഞാൻ പിന്നെ അതൊരു എന്താ പറയാ, നമുക്ക് ആ സമയത്ത് ഒരു ക്ലാരിറ്റി ഇല്ലാത്ത ഒരു സമയമാണ്. അപ്പം അന്നൊന്നും സത്യം പറഞ്ഞ സിനിമ പോലും എന്റെ മനസ്സില്ല എന്നുള്ളതാണ് സത്യം. ഞാൻ 2012 ആദ്യമായിട്ടൊരു ഡോക്യുമെന്ററി ചെയ്യുന്നത്. അതാണ് എന്റെ ആദ്യത്തെ ഒരു എന്താ പറയാ സംവിധാന സംരംഭം. അപ്പം അത് 2012 അത് ചെയ്യുമ്പം അതിന് കിട്ടിയ അപ്രിസിയേഷൻ ഒക്കെ കണ്ടിട്ടാണ് ഓക്കെ ഫിലിം മേക്കിംഗ് എന്നുള്ളൊരു പോസിബിലിറ്റിയെ പറ്റിയൊക്കെ ഞാൻ തന്നെ കൂടുതൽ പഠിക്കുന്നതും അതിലോട്ട് ഇറങ്ങി ചെല്ലുന്നതും ഒക്കെ കൂടുതൽ. ഇറ്റ് ടുക്ക് മീ അറൗണ്ട് 2012 പിന്നെ ഒരു 5-6 കൊല്ലത്തെ ഒരു സ്ട്രഗിൾ ആയിരുന്നു പിന്നെ എന്റെ ഒരു ആദ്യത്തെ സിനിമ എന്ന് പറയുന്നത്. അപ്പം ആ ഒരു സമയം വരെ ഞാൻ ഈ പറഞ്ഞ ജീവിക്കാൻ കണ്ടെത്തിയ ഏറ്റവും നല്ലൊരു മാർഗമായിരുന്നു ആ ജോലി. അപ്പം മാർക്കറ്റിംഗ് ഞാൻ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു ജോലിയാണ്. Ultimately you landed up in a place where you really enjoy working, so that is what matters. അതെ, ഭാഗ്യ ദൈവാനുഗ്രഹം കൊണ്ട് അവിടെ എത്തി.
അടുത്തൊരു പ്രോജക്റ്റ് ആയിരുന്നു ഒറ്റമുറി വെളിച്ചം. ദാറ്റ് ഈസ് അഗൈൻ അനദർ വർക്ക് ഓഫ് യോഴ്സ് വിച്ച് ഇസ് ലൈക്ക് വൈഡ്ലി അക്സെപ്റ്റഡ് ബൈ ഓഡിയൻസ്. അതൊരു ഡൊമസ്റ്റിക് വയലൻസ് പറയുന്ന കഥയാണ്. ജസ്റ്റ് ടെൽ മീ മോർ അബൌട്ട് ദാറ്റ്, യുനോ ഹൗ വാട്ട് മെയ്ഡ് യുനോ ആ ഒരു ക്രൂവിനെ എന്തായിരുന്നു അതിലേക്ക് നയിക്കാനുള്ളൊരു? എനിക്ക് ഈ മൗനം സ്വരം വാർത്തകൾക്ക് ശേഷം ഓക്കെ അത് കഴിഞ്ഞു, ഇനി അടുത്തത് എന്ത്? അപ്പൊ സിനിമയ്ക്കായിട്ട് ഈ പറഞ്ഞതുപോലെ ഒരു 5-6 കൊല്ലമായിട്ടുള്ള ഒരു ഈ പറഞ്ഞ നമുക്ക് ഒരു സാധാരണ ഏതൊരു ആസ്പിറന്റ് ഫിലിം മേക്കറും പറയാറുള്ള സ്ട്രഗിളുകൾ തന്നെയായിരുന്നു എൻ്റെയും. അപ്പം പുതിയതായിട്ട് എനിക്കും വേറൊരു കഥയും പറയാനില്ല അതില്ല. അപ്പം ഞാൻ തന്നെ കുറച്ച് കഴിഞ്ഞപ്പം മടുത്തു തുടങ്ങിയിരുന്നു ഈ ആൾക്കാരുടെ പുറകെ ഇങ്ങനെ കാത്തുനിന്നും മറ്റു പലർക്കും ആശ്രയിച്ച് നിന്ന് ഒരുപാടായപ്പം എനിക്ക് തന്നെ പലപ്പോഴും മടുപ്പ് തോന്നി. അപ്പം എൻ്റെ ഒരു മനസ്സിലുള്ള സിനിമ ചെയ്യാൻ വലിയ താരങ്ങളില്ലാത്ത, വലിയ ബഡ്ജറ്റ് ആവശ്യമില്ലാത്ത, വലിയൊരു പ്രൊഡക്ഷൻ കമ്പനിയൊന്നും ആവശ്യമില്ലാത്ത ഒരു ചെറിയ സിനിമ, നമ്മുടെ കഴിവുകൾക്കുള്ളിൽ നിൽക്കുന്ന, നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിൽക്കുന്ന ഒരു സിനിമ എന്നുള്ള ഉദ്ദേശത്തിൽ നിന്നാണ് ഒറ്റമുറി വെളിച്ചം എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാകുന്നത്. ഒരുപറ്റം സുഹൃത്തുക്കൾ തന്നെ ഈ ഇതിനകത്തൊക്കെ തന്നെ എൻ്റെ കൂടെ ഷോർട്ട് ഫിലിമിലെല്ലാം വർക്ക് ചെയ്തിരുന്ന ഞങ്ങൾ ഒരുപറ്റം സുഹൃത്തുക്കളുടെ ഒരു ഡെബ്യൂ ഫീച്ചർ ഫിലിമായി ഒറ്റമുറി വെളിച്ചം. അപ്പം അത് അങ്ങനെ എന്താ പറയാ, ഒരു എടുത്തിയാട്ടമാണെന്നോ അല്ലെങ്കിൽ അന്നത് പലരും അത് എന്താ പറയാ അതിനൊരു മണ്ടത്തരമായിട്ടൊക്കെ പലരും അന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ചിലപ്പം ഇതൊരു ഇൻഡിപെൻഡന്റ് സിനിമയ്ക്ക് നമ്മുടെ ഇവിടെ ഒരു തിയേറ്റർ റിലീസോ വേറെ പോസിബിലിറ്റീസോ ഒന്നും അധികം ഇല്ലാത്തൊരു കാലഘട്ടമാണ്. അപ്പം അത്തരം ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു സിനിമ ചെയ്താൽ എവിടെ എത്തും, അതിനെന്ത് സ്വീകാര്യത ഉണ്ടാവും, അത് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ മാത്രം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സിനിമയായി മാറുമോ, അങ്ങനെ ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ ഈ പറഞ്ഞതുപോലെ ഒരു എടുത്തിയാട്ടത്തിന്റെ പുറത്താവാം അത് അന്ന് ഈ പറഞ്ഞ ഒരുപാട് സുഹൃത്തുക്കളുടെയും ഒരു വലിയൊരു കൂട്ടായ്മയുടെ ഒരു ബാക്കിംഗ് ആണത് അന്ന് പോസിബിൾ ആക്കിയത്. അപ്പം അതിലൂടെയാണ് ഞാൻ സിനിമയിലോട്ട് എൻ്റെ ആദ്യത്തെ സിനിമ ഉണ്ടാവുന്നത്. ആൻഡ് എനിക്ക് അതിനെക്കുറിച്ച് പറയണമെങ്കിൽ അത് വെറുതെ ഒരു സിനിമയല്ലായിരുന്നു. ഇൻഫാക്ട് അതിന് യു ഹാവ് ബാക്ക്ഡ് ഓൾമോസ്റ്റ് 4 അവാർഡ്സ് ഫോർ ദാറ്റ്, അതിന് ഇൻക്ലൂഡിങ് കേരള സ്റ്റേറ്റ് അവാർഡ്. ആൻഡ് അത്രത്തോളം റെക്കഗ്നീഷൻ കിട്ടി. അത് നിങ്ങളെല്ലാവരും യു ഹാഡ് എ ഡിറ്റർമിനേഷൻ. സോ മോസ്റ്റ് പ്രോബബ്ലി ദാറ്റ് മസ്റ്റ് ബി ദ റീസൺ സോ ഇറ്റ് കെയിം ടു ദ ലൈം ലൈറ്റ്. അമേസിംഗ് വർക്ക് രാഹുൽ. തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഇതെല്ലാം വളരെ സുഖമുള്ള, ഏറ്റവും നല്ല, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഓർമ്മകളാണ്. ഒരുപക്ഷെ ഒറ്റമുറി വെളിച്ചം എന്നുള്ള സിനിമയാണ് ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ എനിക്കൊരു ഐഡന്റിറ്റി ഉണ്ടാക്കി തന്നത്. കേരള സ്റ്റേറ്റ് അവാർഡിനപ്പുറത്തേക്കും അതൊരു എന്താ പറയാ അന്താരാഷ്ട്ര ഓഡിയൻസിന് ഒരു ഇന്റർനാഷണൽ ഫെസ്റ്റിവൽസിൽ പലയിടത്തും ട്രാവൽ ചെയ്തു. അവിടെയൊക്കെ പല രാജ്യങ്ങളിലും ആ സിനിമ എന്താ പറയാ ജർമ്മനിയിലൊക്കെ ഒരു പ്രിഡോമിനന്റ്ലി ഒരു ജർമ്മൻ ക്രൗഡിന്റെ ഒപ്പം ഇരുന്ന് ഞാൻ ആ സിനിമ കണ്ടിട്ടുണ്ട് അതിശയത്തോടു കൂടി. കാരണം നമ്മളുടെ ഒരു ചെറിയ ഒരു മലയാള സിനിമ സബ്ടൈറ്റിലോട് കൂടി ഒരു വലിയ ജർമ്മൻ ക്രൗഡ് കാണുകയും അവരതിനെ പറ്റി ഭയങ്കരമായി സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന കണ്ടപ്പം നമുക്ക് തന്നെ എന്താ പറയാ ഈ നമ്മുടേതാണോ ഇത്, നമുക്ക് തോന്നുന്ന രീതിയിലൊരു അവിശ്വസനീയത തോന്നിയിട്ടുണ്ട് ആ സമയത്തൊക്കെ. അപ്പം അത് ആ സിനിമയാണ് എനിക്ക് ആക്ച്വലി ഒരു ഫിലിം മേക്കർ എന്നുള്ള രീതിയിൽ ഉള്ളൊരു ഏറ്റവും വലിയൊരു ബ്രേക്ക് ത്രൂ, അല്ലെങ്കിൽ എനിക്കൊരു ഐഡന്റിറ്റി ഇന്നും അതാണ് ഉണ്ടാക്കി തന്നത്. അപ്പം അത് ഇറ്റ് വെന്റ് വെൽ. ഇപ്പം തിരിഞ്ഞു നോക്കുമ്പം അന്ന് കാണിച്ചെടുത്തിയാട്ടവും മണ്ടത്തരവും ഒക്കെ ഇറ്റ് ഓൾ പെയ്ഡ് ഓഫ് വെൽ. Okay, Rahul, we would love to know more about you. So let me just go to my guest and I'll come back to you. So Sudeep, coming to your music composition പാർട്ടിലേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഫിലിംസിൽ യു ഹാവ് കമ്പോസ്ഡ് മ്യൂസിക്. ആൻഡ് ഏറ്റവും പറയേണ്ടത് റീസെൻ്റ് ആയിട്ട് ഇപ്പോൾ റിലീസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സൂഫി സുജാതയിലും ഓൾസോ യു ഹവ് ഡൺ 1 song, composed 1 song. Just tell me about that. How did all this happen? സൂഫിയും സുജാത എന്ന് പറയുന്നത് ഒരു 5 വർഷമായിട്ടുള്ള കഥയാണ്. എൻ്റെ തന്നെ ഏറ്റവും അടുത്തൊരു സുഹൃത്തും സിനിമയെ ഭ്രാന്തമായി എന്നെ സ്നേഹിക്കാൻ പഠിപ്പിച്ച എൻ്റെ ഒരു സുഹൃത്ത് ഷാനവാസ് നരണിപ്പുഴ എന്ന് പറയുന്ന ഷാനുക്കയുടെ കൂടെ നടന്നാണ് ഞാൻ സിനിമയെ സ്നേഹിക്കാൻ പഠിച്ചതെന്ന് പറയാം. അപ്പോൾ ഷാനുക്കയുടെ ഒരു വലിയ സ്വപ്നമാണ് സൂഫി സുജാതയും. അപ്പോൾ ആദ്യം മുതലേ ഞാൻ അതിൻ്റെ ഒരു ഭാഗമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രൊഡക്ഷൻസ് ഒക്കെ നടന്ന് അതിങ്ങനെ അതിൻ്റെ ഓരോ സ്റ്റേജിലേക്ക് എത്തി ഇപ്പം അത് അതിൻ്റെ എല്ലാ വർക്കുകളും കഴിഞ്ഞു, ഇറങ്ങാൻ കാത്തിരിക്കുന്നു. ഇപ്പോൾ ഈ ലോക്ക്ഡൗണിൽ തിയേറ്ററുകളൊന്നും ഇല്ലെങ്കിലും നമ്മൾ OTT പ്ലാറ്റ്ഫോമിൽ ഇത് റിലീസ് ചെയ്യാനുള്ള തീരുമാനത്തിലാണ്. അപ്പോൾ അതിൽ M ജയചന്ദ്രൻ സാറാണ്, അതും എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ഞാൻ ഏറെ അധികം ആരാധിക്കുന്ന ഒരു മ്യൂസീഷ്യനാണ്. ജയേന്ദ്രൻ സാറാണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോറും അതിലൊരു പാട്ടും ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു പാട്ട് എൻ്റെയും ഉണ്ടെന്ന് പറയുന്നത് എനിക്ക് വലിയൊരു അഭിമാനമാണ്. ഞാൻ അത്രയധികം സ്നേഹിക്കുന്ന ഒരു മ്യൂസീഷ്യനാണ്.
അപ്പോൾ ഈ ഒരു പാട്ട് നമ്മൾ സൂഫിയും സുജാതയുടെയും സ്ക്രിപ്റ്റ് ഒക്കെ ഞങ്ങളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ട് സ്ക്രിപ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന വേളയിൽ ആ സിനിമയ്ക്ക് ഒരു സന്ദർഭത്തിന് വേണ്ടി ചെയ്തൊരു പാട്ടായിരുന്നു. അപ്പോൾ ഈ ഒരു പടം ഇങ്ങനെ ഒരു വലിയ സ്കെയിലിലേക്ക് എത്തിയപ്പോഴും എൻ്റെ ആ ഒരു പാട്ടായി ഉൾപ്പെടുത്താൻ ഷാനുക്കയും എൻ്റെ പ്രൊഡ്യൂസറായിട്ടുള്ള വിജയ് ബാബുവും അവരെല്ലാവരും തീരുമാനിക്കുകയും അങ്ങനെയാണ് ഞാൻ ഈ സിനിമയിലേക്ക് വരുന്നത്. ഏറെ ഒരു പ്രതീക്ഷയുള്ളൊരു പാട്ടാണ്. ഞാനത് റിവീൽ ചെയ്യണം എന്ന് എനിക്കൊരു ആഗ്രഹമുണ്ട്. ബട്ട് ദെൻ ഐ എം ജസ്റ്റ് ആസ്കിങ് യു വാട്ട് കൈൻഡ് ഓഫ് സോങ് ഇസ് ഇറ്റ് ദ സെയിം ഫീൽ ദാറ്റ് വി ക്യാൻ ഗെറ്റ് ഇറ്റ് ഫ്രം യുവർ ബാലെ? ആക്ച്വലി അല്ല, ഞാൻ ഇതുവരെ ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പാട്ടാണ്. ബാലയും ചാരുലതയും ഒക്കെ വളരെ ഒരു ഇൻഡി കൈൻഡ് ഓഫ് മ്യൂസിക് ആണ്. ഇതൊരു സൂഫി കവാലി കൈൻഡ് ഓഫ് മ്യൂസിക് ആണ്. ഒരേ സമയം 100% പ്രണയവും അതേസമയം 100% പെയിനും നൽകുന്ന ഒരു പാട്ടാണ്. ഒരു ഫ്യൂഷൻ ഓഫ് പെയിൻ ആൻഡ് പ്രണയം എന്ന് പറയാം. എന്നോട് എൻ്റെ ഡയറക്ടർ ഷാനുക്ക പറഞ്ഞ വാക്ക് വെച്ച് പറയുകയാണെങ്കിൽ, ഇനിയുള്ള കാലം ഒരു മുസ്ലിം ഭക്തിഗാനമായി ആളുകൾ പാടി നടക്കണം, അതേ സമയത്ത് പ്രേമിക്കുന്നവരെല്ലാവരും ഓർക്കണം എന്നാണ് എനിക്ക് തന്നിട്ടുള്ള ഒരു ടാസ്ക്. അതായിരുന്നു. അത് പറ്റുന്ന പോലെ ചെയ്യാൻ പറ്റി എന്ന് ഞാൻ വിചാരിക്കുന്നു. Okay. So do you sing Sufi songs? പാടാറുണ്ടോ? സൂഫി പാട്ടുകൾ പാടാറുണ്ടോ സുദീപ്? ഞാൻ സൂഫി പാട്ടുകൾ പാടാറില്ല. ഞാൻ എൻ്റെ പൊതുവെ ഹിന്ദി ഉറുദു ഒക്കെ ഭയങ്കര മോശമാണ്. അതിന്റെ വാക്കുകളൊക്കെ ഞാൻ ചെല്ലുമ്പോൾ തെറ്റും. പക്ഷെ ഞാൻ ഏറ്റവും അധികം കേൾക്കുന്ന ഒരു കൈൻഡ് ഓഫ് മ്യൂസിക് ആണ് ഈ പറഞ്ഞ പോലെ സൂഫി ആയാലും ഖവാലി ആയാലും അറബിക്, ഇസ്താംബുൾ, ടർക്കിഷ് മ്യൂസിക് ഒക്കെ ഒരുപാട് ഫോളോ ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് അതിൻ്റെയൊക്കെ ഒരു സ്വാധീനം ഇതിൽ തീർച്ചയായിട്ടും ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്ത മ്യൂസീഷ്യൻസും ഒരു വലിയ ക്രൂ ഓഫ് മ്യൂസീഷ്യൻസ് എൻ്റെ കൂടെ ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അത് ഈ കേരളത്തിലുള്ള മ്യൂസീഷ്യൻസും കേരളത്തിന് പുറത്തുള്ളവരും ഈവൺ യൂറോപ്പിലുള്ള മ്യൂസീഷ്യൻസ് വരെ ഇതിൽ പാർട്ടായിട്ടുണ്ട്. പിന്നെ വലിയൊരു ഗ്രൂപ്പ് ഓഫ് വോക്കലിസ്റ്റുകൾ ഇതിൻ്റെ ബാക്കിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു വർക്കായിരുന്നു. പിന്നെ ഇതിൻ്റെ ഫീമെയിൽ പാട്ട് പാടിയിട്ടുള്ളത് നമ്മുടെ കേരളത്തിലെ അമൃത സുരേഷാണ്. അമൃതയും ഇതിനു വേണ്ടി നല്ല ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സോങ്ങിന് വേണ്ടി നല്ലൊരു സപ്പോർട്ട് തന്നിട്ടുണ്ട്. സൂപ്പർ. അപ്പൊ അതാണ് ഇപ്പോഴത്തെ നമ്മുടെ ലോക്ക്ഡൌൺ വിശേഷം സുദീപിന്റെ അല്ലേ? അതെ, ഇപ്പോഴത്തെ ഏറ്റവും എക്സൈറ്റ്മെന്റ് അതാണ്. We would like to hear one more song from you. Any song? Yes, പറയൂ. Any song. ഓക്കെ, ഞാൻ എന്തായാലും ആദ്യം നമ്മൾ പറഞ്ഞതുപോലെ എൻ്റെ ഏറ്റവും ടേണിംഗ് പോയിന്റ് ആയിട്ടുള്ള 2 വർക്കുകൾ, ഒന്ന് ബാലയും ഒന്ന് ചാരുലതയും തന്നെയാണ്. അത് രണ്ടും ഞാനും എൻ്റെ സുഹൃത്തുക്കളെ ശ്രുതി നമ്പൂതിരി, ഞങ്ങൾ രണ്ടുപേരും കൂടി ഒന്നിച്ചുണ്ടാക്കിയ ഒരു കോൺട്രിബ്യൂഷനാണ്. ഞങ്ങൾ രണ്ടുപേരുടെയും ഒരു എഫേർട്ടാണ്. അപ്പം ഞാൻ ബാലയെ പാടിയ ദിവസത്തേക്ക് അടുത്ത ചാരുലത തന്നെയാവാം. അതിരഴാമുകിലേ നിൻ സജലമാമറുകരയിൽ അടരുവാൻ വിതുമ്പി നിന്നോ പരിചിതമൊരു മൗനം. അതിരഴാമുകിലെ നിന്നുപബോധമാത്രയിൽ ജലതാളമാർന്നൊരീ ഹൃദയം, അതിലെഴും ലഹരികൾ അതിഗൂഢമോരോരോ അണുവിലും പടരുന്ന വേഗം. Well, Shruti അടുത്ത് അന്വേഷണം പറയാം. Because Shruti, she being an independent filmmaker, has definitely given the visuals so beautiful. I think she must be the brains behind the visuals as well. നിങ്ങളുടെ ആൽബത്തിൽ ഡെഫിനറ്റ്ലി ഞങ്ങളുടെ ഈ പ്രൊഡക്ഷൻസിന്റെ എല്ലാം ബ്രെയിൻ എന്ന് പറയുന്നത് ശ്രുതി തന്നെയാണ്. ഡെഫിനറ്റ്ലി അത് ഈ ചാരുലതയും ഈ പറഞ്ഞ പോലെ എല്ലാം കൊണ്ടും ഇപ്പൊ നമുക്ക് ജസ്റ്റ് ഒരു വലിയൊരു ഭാഗ്യമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. കാരണം നമ്മൾ ഒരു പാട്ട് നമ്മൾ മനസ്സിൽ കണ്ടിട്ട് ആ പാട്ടിന് അതിന് അർഹിക്കുന്ന ഒരു വിഷ്വൽ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ ഇത് അതിനേക്കാട്ടിലും ഒരുപാട് ഉയർന്ന ഒരു വിഷ്വൽ. തീർച്ചയായിട്ടും ചാരുലത എന്ന് പറയുന്ന പാട്ട് അതിൻ്റെ വിഷ്വലും അതിൻ്റെ കോൺസെപ്റ്റും ഇല്ലാണ്ട് പാട്ട് മാത്രമായിട്ട് മാറ്റി നിർത്താൻ പറ്റാത്തൊരു പ്രോഡക്റ്റാണ്. അതുകൊണ്ട് തന്നെ അതിന് ഏറ്റവും മികച്ച വിഷ്വൽ തന്ന ശ്രുതി ആണെങ്കിലും അതിൻ്റെ ക്യാമറ ചെയ്ത മനേഷ് ആണെങ്കിലും എഡിറ്റ് ചെയ്ത പ്രവീണേട്ടനാണെങ്കിലും അങ്ങനെ ആ ഒരു ഹോൾ ക്രൂവിൻ്റെ ഒരു എഫേർട്ട് തന്നെയാണ്. ഡെഫിനറ്റ്ലി അതിലെ 3 മനോഹരമായ മുഖങ്ങൾ, പാർവതി മേനോൻ, BK ഹരിനാരായണൻ, ബിജിയേട്ടൻ, ആ 3 സെലിബ്രിറ്റി ഫേസുകളും മറക്കാൻ പറ്റില്ല. So please do convey our regards to all of them. എല്ലാവരോടും പറയാം. തീർച്ചയായിട്ടും സുദീപിന്, സൂഫിയും സുജാതയ്ക്കും all the very best. We are looking forward to that. Thank you.
താങ്ക് യു സോ താങ്ക്സ് മച്ച്. a lot. Bye. യെസ്, ബൈ. You're still watching Kappa Prime Time with me, Cynthia. നമ്മുടെ അടുത്ത ഗസ്റ്റിലേക്ക് നമ്മൾ പോവുകയാണ്. ഈ ഗസ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഷീ ഈസ് എ പ്ലേ ബാക്ക് സിംഗർ ആൻഡ് വളരെ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സോങ്സ് സെലക്ഷനാണ് ഡെഫിനറ്റ്ലി ഈ ഗായികയ്ക്ക് ലഭിച്ചിട്ടുള്ളതും ആൻഡ് ഷീ ഹസ് ഡൺ അമേസിംഗ്ലി വെൽ ഇൻ ബോത്ത് തമിഴ് ആസ് വെൽ ആസ് മലയാളം. കൂടുതൽ ഞാൻ ഈ ഗായികയെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം. ലെറ്റ്സ് വെൽക്കം നേഹ വേണുഗോപാൽ. നേഹ, വെൽക്കം ടു അവർ ഷോ. Thank you so much, Cynthia. Yeah, it's a pleasure. നേഹ നമ്മുടെ ഒരു മലയാളത്തിൻ്റെ സ്വന്തം മുത്താണ്. തമിഴിലും ഇപ്പോൾ വളരെയധികം എന്താ പറയുക പാട്ടുകൾ പാടി യു ഹവ് സങ് ഇൻ വൺ ഓഫ് ദ മൂവി വിക്രം വേദ ആസ് വെൽ. സോ ഫ്രം കേരള ടു തമിഴ്നാടു എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഹൗ വാസ് ഇറ്റ് ദ ജേർണി? ഞാൻ പറയുകയാണെങ്കിൽ പ്ലേബാക്ക് സിംഗിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ആക്ച്വലി ചെന്നൈയിലാണ്. ലൈക്ക് എൻ കണിമലരെ പാട്ട് റെക്കോർഡ് ചെയ്തതൊക്കെ ചെന്നൈയിൽ തന്നെയായിരുന്നു. അതിന് മുമ്പ് ഞാൻ മൈബാസ് എന്ന മൂവിയിൽ, അതാണ് എന്റെ ആക്ച്വലി ഫസ്റ്റ് മൂവി. പക്ഷെ അത് ഫ്രീഡം കാ സോണി എന്ന് പറഞ്ഞിട്ട് ഒരു ഹിന്ദി സോങ് ആണ്. അത് ഓഡിയോയിൽ മാത്രമേ ഉള്ളൂ, അത് മൂവിയിൽ വന്നിട്ടില്ല. സോ ടെക്നിക്കലി ഫസ്റ്റ് സോങ് വന്നിട്ട് എൻ കണിമലരെയാണ് മലയാളത്തില്. സോ ഞാൻ ആ സമയം തൊട്ട് ഞാൻ ചെന്നൈയിലാണ്. അപ്പൊ പിന്നെ നാച്ചുറലി ചെന്നൈ തമിഴ് മ്യൂസിഷ്യൻസ് ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു നെറ്റ്വർക്ക് ബിൽഡ് ചെയ്തിട്ട് അങ്ങനെ സ്ലോലി തമിഴും മലയാളവും ഈവൻ കന്നഡ തെലുഗു വർക്ക്സ് ഓൾസോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ തെലുഗുവിൽ ഞാൻ അങ്ങനെ ഫിലിംസിൽ പാടിയിട്ടില്ല, അതൊക്കെ ഇൻഡിപെൻഡന്റ് പ്രോജക്ട്സ് ആയിരുന്നു. കന്നഡ മൂവീസ് ആയിരുന്നു, സാങ് 1 or 2 മൂവീസ് ഇൻ കന്നഡ. അപ്പോ ചെന്നൈയിൽ ഉണ്ടായിരുന്ന സമയത്ത് മാക്സിമം ഓപ്പർച്യൂണിറ്റീസ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ബിഫോർ ഗോയിങ് ഇൻ ടു മച്ച് ന്യൂസ് ഒക്കെ പോകുന്നതിന് മുന്നേ ഫിലിപ്സ് ആൻഡ് മങ്കി പെൻ അതിലൊരു അമേസിങ് സോങ് ഉണ്ട് വിച്ച് ഇസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ആൻഡ് ഐ ഹാവ് ഹേർഡ് ദാറ്റ്. ആക്ച്വലി ഞാൻ ആദ്യം കേൾക്കുന്ന എൻ്റെ ഫ്രണ്ട് പാടിയിട്ടാണ്, ഒരു മെയിൽ വോയിസിലാണ് കേൾക്കുന്നത്. പക്ഷേ എൻ്റെ ഒറിജിനൽ ട്രാക്ക് കേട്ടപ്പോൾ ഐ ഫോർഗോട്ട് അബൌട്ട് മൈ ഫ്രണ്ട്. അത് പിന്നെയാണ് ഞാൻ അറിയുന്നത് നേഹയാണ് പാടിയേക്കുന്നതെന്ന്. സോ ജസ്റ്റ് ക്യാൻ യു ഹം ഒരു 10 ലൈൻ, 2 ലൈൻസ്, 10 ലൈൻ? Wow, oh my god, that's amazing. Thank you. ഈ ഒരു പാട്ട് ആക്ച്വലി പാടുന്നത് ഫിലിമിന് വേണ്ടിയിട്ടല്ല, ആക്ച്വലി യു സാങ് ദിസ് ഫോർ ഒരു ട്രാക്കിന് വേണ്ടി പാടിയതാണ്. ബട്ട് ഇറ്റ് ടേൺഡ് ഔട്ട് ടു ബി എ സൂപ്പർ ഹിറ്റ്. എങ്ങനെയാണ് ഈ ഫിലിമിലേക്ക് പ്ലേ ബാക്ക് സിംഗിങ്ങിലേക്ക് വരുന്നത്? ഞാൻ ആക്ച്വലി രാഹുൽ സുബ്രഹ്മണ്യൻ ഹൂസ് ദ കമ്പോസർ ഓഫ് ദ മൂവി, എനിക്കറിയായിരുന്നു നേരത്തെ രാഹുലിനെ. അപ്പൊ രാഹുൽ ഞാൻ ചെന്നൈയിൽ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഹി ആസ്ക്ഡ് മീ ഫോർ എ ഹെൽപ്പ്, ഒന്ന് ഇത് ട്രാക്ക് ഒന്ന് പാടി തരാമോ എന്ന് ചോദിച്ചിട്ട് അങ്ങനെ ഞാൻ ഐ റെക്കോർഡ് ദിസ് ട്രാക്ക്. പക്ഷെ ഐ തിങ്ക് രമ്യ നമ്പീഷൻ ആയിരുന്നു ആക്ച്വലി ഈ സോങ് പാടാനിരുന്നത്. ബട്ട് അവർ റെക്കോർഡ് ചെയ്ത് വന്നപ്പോൾ കുറച്ച് ഹൈ പിച്ച് ആയി പോയതുകൊണ്ട് അതുകൊണ്ടാണ് രമ്യ ചേച്ചി അത് പാടാതിരുന്നത് മൂവിക്ക്. ആൻഡ് ഓൾസോ ദേ വർ ലുക്കിംഗ് ഫോർ അതർ സിംഗേഴ്സ് ആൻഡ് ദെൻ ഐ തിങ്ക് എവരിബഡി സജസ്റ്റഡ് ദാറ്റ് യുനോ എന്റെ ഭാഗ്യം എന്ന് പറയാം. അതെ, അങ്ങനെ ടേണിംഗ് പോയിന്റ് അവിടെയായിരുന്നു അല്ലേ? I think for all beginners നമുക്ക് പറയാൻ പറ്റില്ല എന്താണ് ക്ലിക്ക് ആവുന്നത്. There have been instances where I've recorded a song പക്ഷെ അത് ഫൈനൽ എന്ന് വിചാരിച്ചിട്ട് പാടിയിട്ട് വരാത്ത എന്താ പറയാ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോ എല്ലാം ഒരുപാട് ഫാക്ടേഴ്സ് ഒത്തുചേരുമ്പം ആണ് നമുക്ക് അങ്ങനെ ഓരോരോ ഭാഗ്യം കിട്ടുന്നത് ആക്ച്വലി. ബട്ട് നേഹ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ പലപ്പോഴും പല സിംഗേഴ്സിനും ഉള്ള അനുഭവം ഉള്ളതാണ്. ദേ ആക്ച്വലി സിംഗ് എ സോങ് ആൻഡ് ബട്ട് ദാറ്റ് നെവർ കംസ് ഓൺ യുനോ ദ സ്ക്രീൻ. അപ്പോൾ അങ്ങനെ ഒരു വിഷമം, അതൊരു ഗായിക എന്ന നിലയിൽ നേഹ ഹൗ ഹാവ് യു ടേക്കൺ ഇറ്റ്? ലൈക്ക് ഭയങ്കര വിഷമമായിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവും? ഇൻഫാക്ട് ഫസ്റ്റ് ടൈം ഇറ്റ് ഹാപ്പൻഡ് എനിക്ക് ഭയങ്കര വിഷമമായിട്ടുണ്ട്. കാരണം ഞാൻ അത് എന്താണെന്നറിയില്ല, കമ്മ്യൂണിക്കേഷൻ ലാക്ക് കൊണ്ടാണ്. ഞാനത് യൂട്യൂബിൽ വരുന്ന ദിവസമാണ് ആക്ച്വലി ഞാൻ അറിയുന്നത് അത് ഞാനല്ല, അത് എന്റെ വോയിസിലല്ല വന്നിരിക്കുന്നത്. ഐ ടുക്ക് ഇറ്റ് ആ വൺ ഡേ ആക്ച്വലി. ആ ഒരു ദിവസം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു, കാരണം ഐ വാസ് സോ ലുക്കിംഗ് ഫോർവേഡ് ടു ഇറ്റ്. പക്ഷേ ദീസ് ഡേയ്സ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഐ സ്റ്റാർട്ടഡ് എന്താ പറയാ കുറച്ചും കൂടെ ഒന്ന് പ്രാക്ടിക്കൽ ആയിട്ട് ഞാൻ ആവാൻ തുടങ്ങി. കാരണം ഇക്കാലത്ത് ഇഷ്ടംപോലെ സിംഗേഴ്സ് അവൈലബിൾ ആണ്. അപ്പോൾ എന്തെങ്കിലും ഒരു ഫാക്ടർ കൊണ്ട് ആ ക്രൂവിലുള്ള ആർക്കെങ്കിലും അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ they obviously go to some other person. അത് it's readily available also ഇപ്പോഴത്തെ കാലത്ത്. അപ്പോൾ അതിനെ അതിന്റെ ഒരു സ്പിരിറ്റില് കാണാൻ ഞാൻ പിന്നീട് പഠിച്ചു. ആദ്യത്തെ ഒരു അനുഭവം ഭയങ്കര വിഷമമുള്ളതായിരുന്നു. But that's okay. You are now overcoming it through all the songs performance that you're showing. അങ്ങനെയാണ് നമ്മുടെ വിക്രം വേദയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു വലിയ ക്രൂ, ഒരു വലിയ ബാനർ, ആക്ടേഴ്സ് വിജയ് സേതുപതി, മാധവൻ. ഈ ഫിലിമിലേക്ക് പാടുന്ന വിശേഷം പറയുന്നതിന് മുന്നേ ഐ വുഡ് ലൈക്ക് ടു ലിസൺ ജസ്റ്റ് 2 lines from you so that the audience can hear. നീ പോകാതെ എന്നെ വിട്ട്
ஏன் கண்ணே ஓ முன்னே என் உசுர தவிய தவிக்க விட்டு புட்டு முதல் முறை ஒரு பிழ ஏனோ மாறி போனே நானும் உன்னை விட பூமியில எல்லாமுமே வேணும் வேணும் முதல் முறை ஒரு பிழ ஏனோ மாறி போனே நானும் உன்னை விட பூமியில எல்லாமுமே വേണം ഓക്കെ നേഹ, താങ്ക് യു സോ മച്ച്. ഞാൻ ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് ഇപ്പോൾ വരാം. സോ ഡോൾഫിൻ രതീഷ്, എനിക്ക് രതീഷിനെ കുറിച്ച് അടുത്ത് പറയുന്നത് വെച്ചാൽ രതീഷ് 3 പ്രാവശ്യം ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഒരു ടൈറ്റിൽ കിട്ടിയ ഒരു വ്യക്തിയാണ്. അതിൽ ആദ്യത്തെ റെക്കോർഡിന് ശേഷം രണ്ടാമത്തെ റെക്കോർഡ് രതീഷിൻ്റെ സ്വന്തമായിട്ടുള്ള റെക്കോർഡ് ബ്രേക്ക് ചെയ്യുന്നതുകൊണ്ടാണ് വീണ്ടും വരുന്നത്. ഇതിനെല്ലാം ഉപരി ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് അറേബ്യൻ ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സിലും സ്ഥാനം കിട്ടിയിട്ടുണ്ട്. ഇതിന് പുറമെ ഒരുപാട് അവാർഡ്സും എനിക്ക് തോന്നുന്നു ഇപ്പം ഒരു എന്താ പറയുക ഇപ്പം വർക്ക് ചെയ്യുന്നതും ഒരു കൊല്ലത്താണ് തോന്നുന്നു അല്ലേ, ഒരു കൊല്ലം ബീച്ചില് ലൈഫ് ഗാർഡായിട്ട് വർക്ക് ചെയ്യുന്നു. സോ അവിടെയും അവാർഡ് കിട്ടിയിട്ടുണ്ട്. മൊത്തത്തിൽ എല്ലാ സ്ഥലത്തും ഇപ്പം രതീഷിനെ ആൾക്കാര് പല നല്ല രീതിയിലാണ് അംഗീകാരം കിട്ടുന്നതും. രതീഷ് ഇതൊക്കെ പ്രതീക്ഷിച്ചിരുന്നു? ഐ മീൻ രതീഷ് ഒന്നും പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തിയാണെന്ന് എനിക്കറിയാം. ലൈക്ക് എന്തെങ്കിലും നല്ലത് ചെയ്യണം എന്ന് മാത്രം ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. ഇത് കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ ഇനിയും കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് തോന്നുന്നു. എന്ത് തോന്നുന്നു ഈ ഒരു അംഗീകാരത്തിന്? പ്രോത്സാഹനമായിരിക്കും തീർച്ചയായിട്ടും. തീർച്ചയായും വളരെ സന്തോഷമുണ്ട്. കാര്യം വേറൊന്നും കൊണ്ടല്ല, നമുക്ക് ഇതിനൊന്നും വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്. കാര്യം എന്റെ കയ്യിലുള്ള ഒരു കഴിവ് നമ്മുടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റിന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മൾ ചെയ്യുന്നതിന്റെ എഫക്റ്റ് ശരിക്കും അത് 100 ഇരട്ടിയായിട്ട് തിരിച്ചു കിട്ടുന്നതിൽ വളരെ സന്തോഷമുണ്ട്. കാര്യം നമ്മളൊരു കഴിവുണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ആ കഴിവിനെ സമൂഹം ഏറ്റെടുക്കുമ്പോഴാണ് അത് ചെയ്യുന്ന വ്യക്തിക്കും അതിനൊപ്പം നിൽക്കുന്ന എഫക്റ്റ് എടുത്ത ആൾക്കാർക്കും അതിന് സന്തോഷം ലഭിക്കുന്നത്. ആ ഒരു സന്തോഷം മാത്രമാണ് ഞാൻ കാണുന്നത്. തീർച്ചയായും ഞാൻ ഇത്രയും നാളായി ഇങ്ങനെ ചെയ്യുന്നു. ഒരു സ്ഥലത്ത് പോലും 1 രൂപ പോലും വാങ്ങിച്ചിട്ടല്ല ഞാൻ പരിപാടി ചെയ്തത്. നീന്തിയിട്ട് തിരിച്ചു വരുമ്പോൾ ഒരു പൊന്നാടയും ഒരു ട്രോഫിയും മാത്രമേ എനിക്ക് കിട്ടാറുള്ളൂ. എനിക്ക് തോന്നുന്നു വേൾഡിലെ ഏറ്റവും ലോങ്സ്റ്റ് ആയിട്ടുള്ള അണ്ടർസീ ടണൽ ഇംഗ്ലീഷ് ചാനൽ എന്ന് പറയുന്നത്, അതിൽ എത്തിപ്പെടാനാണ് ഇപ്പം രതീഷ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത്. അതും രതീഷിനെ കുറിച്ച് വേറൊരു കാര്യം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇദ്ദേഹം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പം പറഞ്ഞ പോലെ തന്നെ സാമ്പത്തികമായ ആൾക്കാരൊന്നും തരുന്നില്ലെങ്കിൽ പോലും പക്ഷെ ആ ഒരു അംഗീകാരം കിട്ടിയാലും നമുക്കൊരു സ്ഥലത്തേക്ക് എത്തിപ്പെട്ടാനായിട്ട് തീർച്ചയായിട്ടും എക്സ്പെൻസീവ് ആണ് ഈ ഒരു കാര്യങ്ങളിലൊക്കെ. എങ്ങനെ കാണുന്നു? അവിടെ എത്തിക്കാനുള്ള എന്തെങ്കിലും തയ്യാറെടുപ്പ് നടക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. നെതർലൻഡ്സിൽ എൻ്റെ ഞാനിപ്പോ നേരത്തെ നമ്മൾ ഞാനിപ്പോ സീ ഫുഡ് റെസ്റ്റോറന്റ് നടത്തുന്നുണ്ട്. നേരത്തെ എനിക്ക് ഒരു റിസോർട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അവിടെ ഒരു നെതർലൻഡ്സ് എന്ന് പറഞ്ഞൊരു ഫാമിലി ഒരു 3 ദിവസം അവിടെ തങ്ങുകയുണ്ടായി. അങ്ങനെ അവര് നമ്മൾ അടുത്ത സുഹൃത്തുക്കളായി, ഫാമിലി ഫ്രണ്ടായി. അപ്പൊ അവരിപ്പം നെതർലൻഡ്സിൽ തന്നെ ഇംഗ്ലീഷ് ചാനൽ നീന്തുന്നതിന് വേണ്ടിയിട്ട് ഒരു പരിശീലന കേന്ദ്രമുണ്ട് തൊട്ടടുത്ത് തന്നെ അവരുടെ വീടിന്റെ. അപ്പൊ അവര് എന്നോടൊരു ഓഫർ ചെയ്തിരിക്കുന്നത് ഞങ്ങൾക്ക് താമസ സൗകര്യവും ഭക്ഷണവും അവര് തന്നെ തരാം, ബാക്കി പൈസ രതീഷ് എങ്ങനെയെങ്കിലും ഒന്ന് അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇംഗ്ലീഷ് ചാനൽ നീന്തുന്നതിന് വേണ്ടിയിട്ടുള്ള സഹായം ചെയ്തു തരാമെന്നാണ് പറയുന്നത്. സൂപ്പർ സൂപ്പർ. എന്താണ് അവിടുത്തെ ചാലഞ്ച് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യാൻ പോകുന്നത്? രതീഷ് അതിനുള്ള പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ ഇവിടെ നാട്ടില്? നമ്മൾ ഇവിടെ നീന്തുന്നുണ്ട്. പക്ഷെ ഇവിടെ അല്ല നമ്മൾ നീന്തണ്ട. പരിശീലനം ചെയ്യേണ്ടത് തീർച്ചയായിട്ടും 16 ഡിഗ്രി മൈനസ് തണുപ്പായതുകൊണ്ട് നമ്മൾ അവിടെ തന്നെ പോയി വേണം. കാരണം നമ്മളിവിടെ 34 ഡിഗ്രിയിലും 36 ഡിഗ്രിയിലും ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഒരിക്കൽ പോലും നമുക്ക് ആ ഒരു ക്ലൈമറ്റിൽ നമുക്ക് ഇവിടെ പരിശീലനം ചെയ്യാൻ കഴിയില്ല. പിന്നെ വേറൊരു പ്രത്യേകതയുണ്ട്. നമുക്ക് ഇംഗ്ലീഷ് ചാനൽ നീന്തുന്ന സമയത്ത് അവിടെ നമ്മൾ ഈ സ്വിമ്മിങ് സൂട്ട് അല്ലാതെ, സ്യൂട്ട് മീൻസ് എന്ന് വെച്ചാൽ നമ്മൾ ഈ നിക്കർ ടൈപ്പ് സാധനം അല്ലാതെ വേറെ ഒന്നും അവർക്ക് അലൗഡ് ചെയ്യാൻ പറ്റത്തില്ല. കാര്യം നോർമലി നമ്മൾ ഫ്രീ ആയിട്ട് നീന്തുന്നൊരു തുല്യമാണ്. അപ്പൊ തീർച്ചയായും നമ്മുടെ ബോഡി അതിനെ എപ്പോഴും അതിനെ അംഗീകരിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങളെല്ലാം അവിടെ തന്നെ ഉണ്ട്. അപ്പൊ നമ്മൾ അവിടെ തന്നെ പോയി ചെയ്താലേ അതിന് റിസൾട്ട് കിട്ടത്തുള്ളൂ. ചേട്ടൻ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു വെച്ചാൽ നമ്മുടെ മുരളീധരൻ ചേട്ടൻ ഇംഗ്ലീഷ് ചാനൽ നീന്താൻ വേണ്ടിയിട്ട് പോയി. ചേട്ടൻ നീന്തിയ സമയങ്ങളിലെല്ലാം ഈ വേമ്പനാട്ട് കായലിലൊക്കെയാണ് നീന്തിയിട്ടുള്ളത്, പരിശീലനം ചെയ്തത്. പക്ഷെ ചേട്ടൻ ഒരുപാട് 34 കിലോമീറ്റർ അല്ല 50 കിലോമീറ്റർ മേളിൽ നീന്തുന്ന ഒരാളാണ്. പക്ഷെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ നീന്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ 16 ഡിഗ്രി തണുപ്പാകുമ്പോൾ നമ്മുടെ പേശിക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പൊ അതുപോലെ തന്നെ ഒരുപാട് ഈ ഹെൽത്തി ആയിട്ടുള്ള ഈ ഹെൽത്തുമായി ബന്ധപ്പെട്ട് കുറെ പ്രശ്നങ്ങൾ ഉണ്ടാകാം. അപ്പൊ അതിനെ എല്ലാം തരണം ചെയ്യണമെങ്കിൽ തീർച്ചയായും നമ്മൾ അതിൻ്റെതായ രീതിയിൽ പരിശീലനം ചെയ്തിട്ട് നീന്തുന്നതായിരിക്കും നല്ലത്. അത് വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. ഞാൻ 2002 മുതൽ ഇന്നും
എന്റെ ഒരു വലിയൊരു സ്വപ്നം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ചാനൽ കൈകാലുകൾ ബന്ധിച്ച് നീന്തുന്ന. പലതവണ ഞാൻ അത് സ്വപ്നങ്ങളിലൂടെ നേടിയിട്ടുണ്ട്. പക്ഷെ റിയൽ ആയിട്ട് നീന്തുന്നതിന് വേണ്ടി ഉള്ള തയ്യാറെടുപ്പിലാണ്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഒരു വലിയൊരു നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു വലിയൊരു സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു പ്രധാന ഘടകമാണ്. അപ്പൊ അത് ഇപ്പം തന്നെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നായാലും നമ്മുടെ സ്വകാര്യ വ്യക്തികളുടെ ഭാഗത്തുനിന്നായാലും നമുക്ക് ഒരു ശരിക്കും ഒരു സപ്പോർട്ട് കിട്ടിയാൽ മാത്രമേ നമുക്ക് അവിടെ നീന്താൻ പോകാൻ പറ്റൂ. കാര്യം നമ്മൾക്ക് ഇവിടെ നിന്ന് യൂറോപ്പിലേക്ക് പോകുമ്പോൾ അതിന്റെ വിസ കോസ്റ്റും അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതിനെല്ലാം ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നല്ലവരായ സംഘടനകളോ അല്ലെങ്കിൽ സ്വകാര്യ വ്യക്തികളോ സർക്കാരോ മുന്നോട്ട് വന്നാൽ മാത്രമേ എന്നെ പോലുള്ള ഒരു സാധാരണ മത്സ്യത്തൊഴിലാളി കുടുംബത്തിൽ ജനിച്ച ഒരാൾക്ക് ഇത്തരം കഴിവുകളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് ഇത്തരം ഒരു വലിയൊരു സ്ഥലത്ത് നീന്തണമെങ്കിൽ, ഇംഗ്ലീഷ് ചാനലിൽ നീന്തി കിടക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു വലിയ സപ്പോർട്ട് തന്നെ വേണ്ടി. അതെ, നമ്മുടെ കേരളയെ റെപ്രസെന്റ് ചെയ്ത് പോവാന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. സോ അതെ, അല്ല ഞാൻ ഇതിനകത്ത് നമ്മളിപ്പോ പറയുന്ന ഒരു വലിയൊരു വികാരമാണ് ഇന്ത്യക്കാരൻ നീന്തി. പക്ഷേ പ്രീജ ശ്രീധരൻ എന്ന് പറഞ്ഞ ഒളിമ്പിക്സ് നേടിയിട്ട് വന്ന ആ കുട്ടി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ബേസ്മെന്റ് കൊടുക്കാൻ ആൾക്കാരില്ല. പക്ഷെ അവർ പോയി അവരുടെ ഈ പറയുന്ന എന്തെങ്കിലും ഒരു കഴിവ് അവരുടെ എങ്ങനെയെങ്കിലും കാല് പിടിച്ച് അത് അവർ നേടിയിട്ട് വരുമ്പോൾ ആദരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർ വരും. പക്ഷെ അത് അവിടെ അല്ല, ഞാൻ അതിന് കളിയാക്കുകയോ അല്ലെങ്കിൽ ചെയ്യുകയല്ല. കാര്യം നാളെ എനിക്കും കിട്ടേണ്ട ഒരു സംഭവമാണ്. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് ഒരു ബേസ്മെന്റ് കൊടുക്കുക എന്നുള്ളതാണ്. തീർച്ചയായും കഴിവുള്ള ആൾക്കാരെ തീർച്ചയായിട്ടും കണ്ടെത്തി എത്രയോ സംവിധാനങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ. അതെല്ലാം ഇവർക്ക് വേണ്ടിയിട്ടും ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടും യൂസ് ചെയ്യണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും രതീഷ്, അതുപോലെ തന്നെ എനിക്കൊന്ന് ഇത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു വ്യക്തി, സ്വന്തമായിട്ടാണ് ഒരു കോച്ചിന്റെ സഹായം പോലും ഇല്ലാതെ സ്വന്തമായിട്ട് ഒരു ഐഡന്റിറ്റി ക്രിയേറ്റ് ചെയ്ത് ഇത്രത്തോളം സ്ട്രഗിൾ ചെയ്യുന്നെങ്കിൽ ഡെഫിനറ്റ്ലി അതെല്ലാവരും കാണുന്നുണ്ടായിരിക്കും. അപ്പം ഇത് കണ്ടിട്ട് ഇനി ഒരുപാട് പേര് ഹെൽപ്പ് ചെയ്യുമെന്ന് ഡെഫിനറ്റ്ലി വിൽ ഹെൽപ്പ്. എനിക്കൊരു സംശയം, പിറകെ ഒരു ഡോൾഫിൻ കാണുന്നു, അത് സ്വന്തം റെസ്റ്റോറന്റ് ആണോ? തീർച്ചയായും നേരത്തെ പറഞ്ഞില്ല. കാര്യം ഇങ്ങനെ ഒരു പേരിടാൻ തന്നെ കാരണം നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എന്ന് വെച്ചാല് ഞാൻ പറഞ്ഞില്ല, നേരത്തെ ഒരു റിസോർട്ട് ഉള്ള സമയത്ത് അത് വേറൊരു പേരായിരുന്നു. അപ്പം അവിടെ വന്നിട്ട് ആൾക്കാർ പറയുന്നത് ഞങ്ങൾ ഡോൾഫിന്റെ കടയിൽ നിൽക്കുകയെന്നാ പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പൊ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പേര് യൂസ് ചെയ്തുകൊണ്ടാന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ്. ഡോൾഫിൻ രതീഷ് എന്ന് ആദ്യം ഞാൻ കേട്ടപ്പോൾ ഞാൻ ആലോചിച്ചു ഡോൾഫിൻ രതീഷോ, ഓക്കെ. പക്ഷെ എവിടെയോ കേട്ട് മറന്നൊരു പേര് പോലെയാണ്. പിന്നെയാണ് കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായത്. അപ്പം എനിവേസ് ഗുഡ് ഗോയിങ്. രതീഷിന്റെ ആഗ്രഹം പോലെ ഇംഗ്ലീഷ് ചാനൽ അവിടെ വരെ എത്തട്ടെ, ഞങ്ങൾ എല്ലാവരും ആശംസിക്കുന്നു. എല്ലാ യങ്സ്റ്റേഴ്സിനും രതീഷ് തീർച്ചയായിട്ടും ഒരു ഇൻസ്പിറേഷൻ ആയിരിക്കും. Thank you so much. Bye. So coming back to Rahul. So Rahul, tell me, your lockdown period also, the survival stories, another flick that is going to come. COVID-19 base ചെയ്തിട്ടുള്ളതാണോ? What is it about? സർവൈവൽ സ്റ്റോറീസ് ഓൾറെഡി ഔട്ട് ഓൺ യൂട്യൂബ് ആണ്. യൂട്യൂബിൽ നമ്മൾ റിലീസ് ചെയ്തു. അപ്പം ഞങ്ങൾ പല മറ്റ് സിനിമകളുടെ ഞാൻ ഒറ്റമുറവർഷം ഡാഗിനിക്ക് ശേഷം ഒരു സിനിമ ചെയ്തു, കള്ളനോട്ടം എന്ന് പറഞ്ഞിട്ട്. മറ്റൊരു സ്വതന്ത്ര മലയാള സിനിമയാണത്, ഇൻഡിപെൻഡന്റ് സിനിമയാണ്. അപ്പൊ അതും ഈ പറഞ്ഞതുപോലെ അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളെല്ലാം കഴിഞ്ഞ് ഫിലിം ഫെസ്റ്റിവൽസിൽ എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ആദ്യത്തെ ലക്ഷ്യം. അപ്പൊ അതിന്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയും പല ഫിലിം ഫെസ്റ്റിവലുകളിലും അതിൽ താല്പര്യം കാണിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഈ COVID-19 വരികയും ലോകം മുഴുവൻ ഒരു നിശ്ചലാവസ്ഥയിൽ എത്തുകയും ചെയ്തത്. അപ്പം നമുക്ക് തന്നെ അറിയാം, ഇപ്പൊ കാൻസ് ഉൾപ്പെടെയുള്ള പല ചലച്ചിത്ര മേളകളും നടന്നിട്ടില്ല ഈ കൊല്ലം. അപ്പം അവയെല്ലാം ഒരു സ്റ്റാൻഡ് സ്റ്റില്ലാണ്. ഫിസിക്കൽ ഫെസ്റ്റിവലുകൾ ഈ വർഷം നടക്കുമെന്ന് തന്നെ അറിയില്ല. പല ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലുകളും ഓൺലൈൻ ഫോർമാറ്റിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇത്തരം ഒരു വലിയൊരു അനിശ്ചിതത്വത്തിലാണ് എല്ലാ കലാകാരന്മാരെ പോലെ ഞാനും എൻ്റെ ഒരു സിനിമയും ഇതുപോലെ ഒരു ഓഡിയൻസിനെ കാത്ത് എല്ലാം കഴിഞ്ഞ് വർക്കുകൾ കഴിഞ്ഞ് തയ്യാറായിരിക്കുന്ന ഒരു സമയത്താണ് ഈ ലോക്ക്ഡൌണും എല്ലാം വന്നത്. അപ്പൊ ആ സമയത്ത് നമുക്ക് മനസ്സിൽ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന പല കൺസേൺസ്, ഈ സിനിമ വ്യൂയിങ് കൾച്ചർ മാറിക്കൊണ്ടിരിക്കുന്നു, OTTകളിലോട്ട് കൂടുതൽ ആൾക്കാർ എത്തുന്നു, തിയേറ്ററുകൾ അടഞ്ഞു കിടക്കുമ്പോഴും ഇവിടെ സിനിമകൾ റിലീസ് ആവുന്നു. അപ്പം ഒരു എന്താ പറയുക, ഒരു എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രി തന്നെ മൊത്തത്തിൽ ഒരു വലിയൊരു മാറ്റത്തിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. അപ്പം ആ ഒരു സമയത്ത് എന്താ പറയുക, ലോകത്തുള്ള പല ഫിലിം മേക്കേഴ്സും അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളും എല്ലാം ഔട്ട് ഓഫ് ദ ബോക്സ് ആയി എന്ത് ചെയ്യാം എന്നൊക്കെയുള്ളൊരു ചിന്തയിൽ നിന്നാണ് എല്ലാവരും ഇപ്പോൾ നിൽക്കുന്നത്. അപ്പം അത്തരമുള്ളൊരു ചിന്തയുടെ ഒരു ആ ഡിറക്ഷനിലുള്ള ഒരു ഞങ്ങളുടെ ഒരു ചെറിയ ചുവടുവെപ്പ് മാത്രമാണ് സർവൈവൽ സ്റ്റോറീസ്. ഏതെങ്കിലും വണ്ടി വരും, ഒന്നും പറ്റില്ല, ഒന്നും പറ്റില്ല.
8 ഷോർട്ട് ഫിലിമുകളുടെ ഒരു ആന്തോളജിയാണ്. അത് 8 ഷോർട്ട് ഫിലിം, ഓരോന്നും 5 മുതൽ 7 മിനിറ്റ് വരെ ഡ്യൂറേഷൻ ഉള്ള 8 കഥകളാണ്. 50 മിനിറ്റിനടുത്താണ് അതിന്റെ ടോട്ടൽ ഡ്യൂറേഷൻ. അത് ഈ പല ഭാഗത്തുള്ള ആൾക്കാരെ നമ്മൾ ഈ വെർച്വൽ ഡയറക്ഷൻ എന്നൊക്കെ പറയുന്നത് പോലെ ഓൺലൈനിലൂടെയും ഇതുപോലെ സ്കൈപ്പിലൂടെയും സൂമിലൂടെയൊക്കെ ഡയറക്റ്റ് ചെയ്യും. ഈ നമ്മൾ എല്ലാവരും പല പല ഭാഗത്തിരുന്നുകൊണ്ട് ഈ 8 ഷോർട്ട് ഫിലിമുകൾ ഷൂട്ട് ചെയ്ത് കമ്പൈൽ ചെയ്യും. അത് പലപ്പോഴും റീഷൂട്ട് ചെയ്യുകയൊക്കെ ചെയ്ത് അതിന്റെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്ക് തീർത്ത് നമ്മൾ പക്ഷേ ഏറ്റവും എന്താ പറയാ സർവൈവലിനെ പറ്റി, അതിജീവനത്തെ പറ്റിയും ഒക്കെ സംസാരിക്കേണ്ട ഏറ്റവും വലിയൊരു സമയത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അപ്പൊ അത്തരം 8 കഥകളുടെ ഒരു എന്താ പറയാ ഇതാണ് ആന്തോളജിയാണ് സർവൈവൽ സ്റ്റോറീസ്. അതിൽ 1-2 കഥകൾ ഈ COVID-19 ലോക്ക്ഡൌൺ പശ്ചാത്തലം വരുന്നുണ്ട്. അത് മാത്രം 1-2 കഥകളിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളത് അല്ലാത്ത സാഹചര്യങ്ങളിലും ഏത് സമയത്തും നടക്കാൻ സാധ്യതയുള്ള സർവൈവൽ ത്രില്ലറുകളാണ് മിക്കതും. Okay, sure. ഞാൻ എന്തായാലും വീട്ടിൽ പോയിട്ട് the first thing I'm going to do is watch that, all right? Yeah, thank you. Okay. So, what are your upcoming plans? എന്താണ് ഇപ്പം നെക്സ്റ്റ് എന്തെങ്കിലും have you planned any projects or? ചെയ്ത് തീർന്ന സിനിമ കള്ളനോട്ടം എന്ന് പറഞ്ഞ ചെറിയൊരു സിനിമയുടെ ഇൻഡിപെൻഡന്റ് മലയാള സിനിമയാണ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തത്. അത് നമ്മൾ ഈ പറഞ്ഞ പല ഫിലിം ഫെസ്റ്റിവലുകളായിട്ട് പുറത്തുള്ള ഫിലിം ഫെസ്റ്റിവലുകൾക്ക് ആ സിനിമ കണ്ടിഷ്ടപ്പെടുകയും അവരത് പ്രോഗ്രാം ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അപ്പോഴാണ് ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ എല്ലാവരും ഒരു നിശ്ചലാവസ്ഥയിൽ എത്തിയത്. അപ്പൊ ഇനി എന്താണ് അതിന്റെ ഒരു ഫ്യൂച്ചർ എന്നുള്ളത് നമുക്കും അറിയില്ല. വി ആർ ഓൾസോ വെയിറ്റിംഗ്. ഈ ഫിലിം ഫെസ്റ്റിവൽസ് തിരിച്ചു വരുമോ, അപ്പം എന്താണ് അതിന്റെ അടുത്ത ബാക്കിയുള്ള സാഹചര്യങ്ങളെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയുള്ള ഒരു വെയിറ്റിംഗ് പീരീഡിലാണ് ഇത്. അത് കൂടാതെ ഒരു ഇച്ചിരിയും കൂടെ ഒരു വലിയ കൊമേഴ്ഷ്യൽ സ്കെയിലിലുള്ള ഒരു സിനിമയുടെ എന്താ പറയാ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ നടക്കുകയായിരുന്നു. അതും ഈ പറഞ്ഞതുപോലെ ഇപ്പൊ അറിയില്ല ഏത് സമയം ഇനി ആ സിനിമ ഷൂട്ട് ചെയ്യാൻ പറ്റും. ഈ വർഷം മെയ് ജൂൺ സമയങ്ങളിലൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റണം എന്ന് ആഗ്രഹിച്ച ഒരു സിനിമയാണ്. അപ്പം അത് ഞങ്ങൾ അനൗൺസ് ഒന്നും ചെയ്തിരുന്നില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ എല്ലാം ഒത്തുവരാൻ വേണ്ടിയുള്ള വെയിറ്റിംഗിന്റെ ഇടയിലാണ് ഇപ്പോൾ അതൊരു കംപ്ലീറ്റ് സ്റ്റാൻഡ് സ്റ്റില്ലിൽ എത്തിയിരിക്കുന്നത്. അപ്പം ഹോപ്പ്ഫുള്ളി നമ്മുടെ ഷൂട്ടിംഗ് പെർമിഷനുകളെല്ലാം തിരിച്ചു വരികയും ഇവിടെ കാര്യങ്ങളെല്ലാം കുറച്ചും കൂടെ സേഫർ ആവുകയും ചെയ്യുമ്പോൾ അത് ചെയ്യാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലിരിക്കുന്നു. അതായിരിക്കും പ്രോബബ്ലി അടുത്ത സിനിമ. തീർച്ചയായിട്ടും, ബിക്കോസ് ഇപ്പൊ എന്തായാലും SLC എക്സാം ഓപ്പൺ ആണ്. സോ എവറി സ്റ്റുഡന്റ് ഇൻ ടു ദ ഹാൾ. സോ ഡെഫിനറ്റ്ലി സിനിമാ ലോകത്തും അതൊരു മാറ്റം വരും ഉടനെ തന്നെ. So it was really nice talking to you, Rahul. Do convey our regards to all at home, and we are looking forward with more of films from your end as well. Thank you so much. Bye. So coming back to our beautiful singer Neha. Now, how was the journey to Vikram Vedha? So Vikram Vedha ഈ പറഞ്ഞ പോലെ ഞാൻ അതിന്റെ സോങ്സ് കമ്പോസ് ചെയ്യുന്ന ആ സമയത്ത് ആണ് ഞാൻ സാമിനെ മീറ്റ് ചെയ്യുന്നത്. സോ ഈ മൂവിക്ക് വേണ്ടിയിട്ടുള്ള ഒരുമാതിരി സോങ്സ് എല്ലാം ട്രാക്സ് ഞാൻ പാടിയിരുന്നു. അപ്പോൾ ഈ പാട്ട് പാടുമ്പോൾ സാം ഹി പ്രോമിസ്ഡ് മീ ദാറ്റ് ദിസ് ഇസ് ഗോണ ബി കമ്മിങ് ഔട്ട് ഇൻ മൈ വോയിസ് ബിക്കോസ് ഹി റിയലി ലൈക്ഡ് മൈ വോയിസ് ഇൻ ദിസ് സോങ്. അങ്ങനെ ബട്ട് എന്നാലും ആ മൂവി വരുന്ന വരെയും നമുക്കറിയില്ല അത് എത്രത്തോളം ഒരു ബിഗ് പ്രോജക്റ്റ് ആയിരുന്നു, എത്രത്തോളം അതിന്റെ അക്സെപ്റ്റൻസ് കിട്ടുമെന്ന് മൂവി വന്നു കഴിഞ്ഞപ്പോഴാണ് അത് മനസ്സിലാവുന്നത്. Wow, that's really great. So Neha, now coming to your background, we would like to know a little bit about your background. എവിടെയാണ് പഠിച്ചത്? How was your schooling, college life and all? ഞാൻ സ്കൂളിൽ പഠിച്ചത് ഇൻ മൈ ഹോം ടൗൺ താലം പബ്ലിക് സ്കൂൾ. ഞാൻ LKG തൊട്ട് 12th വരെ ഒരു സ്കൂളിലായിരുന്നു. സോ ഇറ്റ് വാസ് അങ്ങനെ ഒരു സ്കൂളിൽ അത്രയും കാലം പഠിക്കാന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ്. ബിക്കോസ് അത് ഒരു ഫാമിലിയാണ്. എവറി ടൈം ഐ ഗോ ബാക്ക് ഐ ഫീൽ ലൈക്ക് ഇറ്റ്സ് മൈ ഹോം. And I did my college in St. Teresa's. And St. Teresa's I was more into dance at that point in time. Right. At the kind when I moved to Chennai, and then slowly music started picking up again. വീണ്ടും ഞാൻ പാട്ട് പഠിക്കാനും പിന്നെ I started going to Vinny Krishna Kumar ma'am for my lessons. അങ്ങനെ slowly എന്താ പറയാ opportunities found me or I found opportunities. So, okay, right. അപ്പം ഇപ്പം ചെന്നൈയിലാണല്ലേ? അല്ല, ആക്ച്വലി റീസെന്റ് I got married in December. Okay. So ഡിസംബർ തൊട്ട് ഞാനിപ്പോ കൊച്ചിയിലാണ്. Currently I'm in Cochin. ഹസ്ബൻഡ് നല്ല സപ്പോർട്ടീവ് ആയിരിക്കുമല്ലോ? ഡെഫിനറ്റ്ലി. Definitely. Husband, he actually liked me for my songs. Was it a love marriage or was it a proposal after watching your song? We met through matrimony, and
then we actually fell for each other and Oh, that's so sweet. Okay, so ലോക്ക്ഡൗണിൽ എന്തൊക്കെയാണ് എക്സ്പെരിമെന്റ്സ് ഇപ്പം? Are you doing any class? Are you learning anything from online sessions? അങ്ങനെയൊക്കെയാണോ? so lockdown was a totally new experience for a long time. ഇപ്പൊ എപ്പോഴും നമ്മൾ എല്ലാവരും ഓൺ ദ മൂവ് ആണ്. അപ്പൊ ഞാൻ ചെന്നൈയിലായിരിക്കുമ്പോഴും ട്രാവൽ ചെയ്യായിരുന്നു. ലോക്ക്ഡൌണിന് വരെ ഷോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ആക്റ്റീവ് ആയിരുന്നു. അപ്പൊ പെട്ടെന്ന് ഒരു ദിവസം അതൊക്കെ ഇല്ലാണ്ടായപ്പോ എന്താ പറയാ, കുറച്ച് നാള് ഞാൻ ഇങ്ങനെ ആകെ ലോക്കായിരുന്നു. എന്താ ഇനി ചെയ്യണ്ടേ, എങ്ങോട്ടാ പോകണ്ടേ, റെക്കോർഡിംഗ് സ്റ്റുഡിയോസ് പോലും ഇല്ലാതിരുന്ന സമയമായിരുന്നല്ലോ. അപ്പൊ ദെൻ ഞാൻ ഇപ്പൊ ഐ എം ടേക്കിംഗ് ഓൺലൈൻ ക്ലാസ്സസ്. ഞാൻ മുമ്പ് ചെയ്തിരുന്നു, ഇടയിൽ ഞാൻ ബ്രേക്ക് ആയത് ഇതുപോലെ ട്രാവലിംഗ് ഒക്കെ ആയി കഴിഞ്ഞപ്പോ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അപ്പൊ ഇപ്പൊ വീണ്ടും അത് റീസ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അതൊരു നല്ല പ്രാക്ടീസും കൂടെയാണ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ സംതിങ് ടു ലുക്ക് ഫോർവേഡ് ടു. അപ്പം എപ്പോഴും ആക്റ്റീവ് ആയിട്ട് ഇരുന്നുകൊണ്ടിരിക്കും. ഒരു പെർഫോമറിന് എപ്പോഴും ഇതൊരു എന്തോ പിടിച്ചിട്ട് ചങ്ങലെ പിടിച്ചിട്ട് ബ്രേക്ക് ദ ചെയിൻ ചെയിൻ ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ശരിക്കും എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവരും ഇതുപോലെ ഓൺലൈൻ ഇപ്പൊ പുതിയ കാര്യങ്ങൾ പഠിക്കാനും ഓൾസോ ക്ലാസ്സസ് എടുക്കാനും നമുക്ക് എത്രത്തോളം ആക്റ്റീവ് ആയിരിക്കാൻ പറ്റും. ഓഫ് കോഴ്സ് ദെയർസ് ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് സോങ്സ് പാടി അപ്ലോഡ് ചെയ്യുക, അങ്ങനെ എന്താ പറയാ, നമുക്ക് വാട്ട് എവർ ദാറ്റ് കീപ്സ് us active and productive and keeps us wanting to do more of it. അപ്പൊ അങ്ങനെ ഓരോ എക്സ്പെരിമെന്റേഷൻ ആണ്. See, what we are also doing is an experiment. ഇവിടെ ഇരുന്ന് ഇന്റർവ്യൂ എടുക്കുന്നു around the globe, so it's amazing for us also. Right. So next in lockdown കഴിഞ്ഞിട്ട് again we'll see you on screen on the tracks. We listen to your songs. So hopefully ഇതെല്ലാം ഒന്ന് പെട്ടെന്ന് മാറട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും. Fingers crossed. Fingers crossed. Yes. Definitely. So do convey our regards to your husband, and I want you to sing one last song for us. Whichever song you love. Anything. Okay, I'll sing one of my favorite songs of Chitra ma'am. കാട്ടിൽ തോലൈന്തേൻ വഴിയായി വந்தனை ഇരുളിൽ തോലൈന്തേൻ ഒളിയായി വந்தனை കാട്ടിൽ തോലൈന്തേൻ വഴിയായി വந்தனை ഇരുളിൽ തോലൈന്തേൻ ഒളിയായി വந்தனை എതനിൽ തോലൈതാ எதனில் தொலைதானியே வருவாய் மலர்கள் கேட்டேன் வனமே தந்தனை தண்ணீர் கேட்டேன் வனமே தந்தனை. Wow, super. I actually went wrong again. But that's okay. It's after all song. ഇതുപോലും പാടാൻ കഴിവില്ലാത്തൊരു കുട്ടിയാണ് ഞാൻ. എൻ്റെ അവസ്ഥ. But super. Anyways, you've got a very lovely hair. You've got a very beautiful smile. Touch wood. അടുത്തവിടെയും തടി ഉണ്ടെങ്കിൽ this is lockdown hair actually. But that's really good. Super. So it was really nice talking to you, Neha. So we wish you all the very best. ഇനിയും ഒരുപാട് സിനിമയിൽ നല്ല നല്ല പാട്ടുകൾ നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നു. Thank you so much, Cynthia. Thank you for being on the show. As I always keep saying, it is time for you to bring your work to our platform. So, എല്ലാവർക്കും open ആയിരിക്കുകയാണ്. So, anybody can send your performance, your talents, എന്ത് തന്നെയായാലും വിഷ്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾക്ക് മെയിൽ അയയ്ക്കുക. And we'll be showing it on our show. kappaprimetime@gmail.com എന്ന മെയിൽ ഐ ഡിയിലേക്കാണ് നിങ്ങൾ അയക്കേണ്ടത്. സോ ഇനി സമയം വേസ്റ്റ് ചെയ്യേണ്ട. ഡു സെൻഡ് ഇറ്റ് ടു us. സോ ഇന്ന് നമ്മുടെ കപ്പ പ്രൈം ടൈമിൽ വന്ന എല്ലാ ഗസ്റ്റുകളും ഇറ്റ് ബി ഫ്രം സുധീഷ് പലനാട്, ഡോൾഫിൻ രതീഷ്, രാഹുൽ റിജി and also Neha Venugopal. Thank you so much for being on our show, and you really did entertain all our audience. It was nice having you on our show. Thank you so much. And we are going to wind up today's episode of Kappa Prime Time. We'll be coming back with another set of guests. Till then, it's Cynthia signing off. Bye-bye.